സന്തോഷമാണോ? ഞങ്ങൾക്ക് ഒന്ന് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. നമ്മൾ വചനം കേട്ട് കർത്താവിൻ്റെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനം, ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഓരോ തവണ വചനം കേൾക്കുമ്പോഴും ദൈവവചനം വായിക്കുമ്പോഴും, ശ്രദ്ധയോടെ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും കർത്താവിൻ്റെ ശുദ്ധീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വചനം വായിക്കാൻ മടിക്കരുത്. ഉച്ചത്തിൽ ദൈവവചനം വായിക്കണം, അതുപോലെ വചനം കേൾക്കണം. ഇപ്പോഴെല്ലാം ദൈവം ശുദ്ധീകരിക്കും. എഫേസോസ് ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 26-ാമത്തെ വാക്യം, എഫേസോസ് 5:26 ദൈവവചനം പറയുന്നു, അവൻ സഭയെ വിശുദ്ധീകരിക്കാൻ ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. അവൻ സഭയെ വിശുദ്ധീകരിക്കാൻ എന്ത് ചെയ്തു? ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. അപ്പം അതുകൊണ്ട് നമ്മളെ കർത്താവിൻ്റെ വചനം വിശുദ്ധീകരിക്കും. ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും. ഇവിടെ പറയുകയാണ്, അവിടുന്ന് ജലം കൊണ്ട് കഴുകി. ജലം കൊണ്ട് ദൈവം എപ്പോഴാണ് നമ്മളെ കഴുകിയോ? മാമോദീസായിൽ. ഹല്ലേലൂയ. അപ്പോൾ മാമോദീസായിൽ നമ്മളെ ജലം കൊണ്ട് കഴുകി നമ്മളെ കർത്താവ് വീണ്ടും വിശുദ്ധീകരിക്കുന്ന ഒരു മാർഗമാണ് വചനത്താൽ വെണ്മയുള്ളതാക്കുക. ദൈവവചനം അയച്ച് കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കും. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ദൈവവചനത്താൽ കഴുകപ്പെടണം. അപ്പോൾ ഓരോ ദിവസവും വചനം വായിക്കണം. നമുക്ക് എല്ലാ ദിവസവും വചനം വായിച്ച്, വചനം പ്രാർത്ഥിച്ച്, വചനം ധ്യാനിച്ച് അങ്ങനെയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ലോകമനുഷ്യരായിട്ട് ജീവിക്കും. മത്തായി 4:4 കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഈ ലോകത്തിൻ്റെ വാക്കുകൾ കൊണ്ടല്ല, മനുഷ്യർ പറയുന്ന വാക്കുകൾ കേട്ടിട്ടല്ല. നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ അരുളി ചെയ്യുന്നു, എൻ്റെ ഈ വാക്കുകൾ ആത്മാവും. യോഹന്നാൻ 6:63 എന്താണ്? ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അതായത് ദൈവത്തിൻ്റെ വാക്കുകളാണ് നമ്മളെ ശക്തിയോടെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അനുദിനം വചനം വായിച്ച്, ധ്യാനിച്ച്, പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു അനുഗ്രഹത്തിലേക്ക് എത്തുകയുള്ളൂ. നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്ന വഴിക്ക് എത്തണമെങ്കിൽ അതിനുള്ള ഏറ്റവും എളുപ്പ വഴിയാണെന്ത്? ദൈവവചനത്തിൽ ആഴപ്പെടുക. ജോബ് 42:2 വചനത്തിൽ ആഴപ്പെട്ടാൽ അത് സംഭവിക്കും. ജോബ് 42:2 കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും ആർക്കും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. അതായത് ജോബ് 42:2 സംഭവിക്കും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ. എന്താണ്? അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങയുടെ യാതൊരു ഉദ്ദേശത്തെയും തടയാനാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ഒരു വ്യക്തി വചനം വിശ്വസിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തെ തടയാൻ ആർക്കും പറ്റില്ല, തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല. യെശയ്യാ 22:22 മനസ്സിലായോ? ഏത് അടഞ്ഞ വാതിലും ദൈവം തുറക്കും. ഹല്ലേലൂയ. ഏത് അടഞ്ഞ വാതിലും ദൈവം തുറക്കും. യെശയ്യാ 22:22 എന്താണ്? ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ അടച്ചാൽ അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ, അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഹല്ലേലൂയ. മനസ്സിലായോ? ആർക്കും തടയാൻ പറ്റാത്ത, ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ഒരു വഴി യെശയ്യാ 22:22 സംഭവിക്കും. എവിടെയാണ്? വചനം വിശ്വസിച്ചാലാണ് സംഭവിക്കുന്നത്. വചനത്തിൽ ആഴപ്പെട്ടാലാണ്. വെളിപാട് 3:7 വീണ്ടും വചനം പറയുന്നുണ്ട്, ഫിലാദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറ.
പറ, ഈ കടലും കരയെല്ലാം കേൾക്കട്ടെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. മനസ്സിലായോ? ആർക്കും അടയ്ക്കാനും ആർക്കും തകർക്കാനും ആർക്കും പ്രതിരോധിക്കാനും പറ്റാത്തൊരു വഴി ദൈവം തുറന്നു തരും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് അസാധാരണമായ ധൈര്യമുണ്ടായിരുന്നു. പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാർക്ക് അസാധാരണമായ ധൈര്യമുണ്ടായിരുന്നു. കാരണം എന്താണ്? അവർക്കറിയാം ഞങ്ങളുടെ ദൈവം ആരാണ്? സർവശക്തനാണ്. ഹല്ലേലൂയാ. ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. അവർക്കത് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, നമുക്ക് ആത്യന്തികമായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ആരും നമുക്കുണ്ടാവത്തില്ല. മനസ്സിലായോ? അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. എല്ലാവരും നമ്മളെ കാണുമ്പോൾ ചിരിച്ച് കാണിക്കും. ഇലക്ഷൻ സമയമായതുകൊണ്ട് എല്ലാവരും ചിരിച്ചൊക്കെ കാണിക്കും. ആത്യന്തികമായിട്ട് മനുഷ്യരൊന്നും ഉണ്ടാവത്തില്ല. ഇത് പറയാനൊന്നും നമ്മൾ മടിക്കണ്ട. മനുഷ്യരുണ്ടാവത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അത് പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ചിരിക്കുന്നവരൊന്നും നാളെ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഹല്ലേലൂയാ. മനസ്സിലായല്ലോ? പക്ഷെ വചനം പറയുന്നത് അറിയാമോ? അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ സ്നേഹിക്കാൻ ദൈവം മാത്രമേ കാണത്തുള്ളൂ. അവസാനം വരെ കൂടെ നിൽക്കാൻ ദൈവം മാത്രമേ കാണത്തുള്ളൂ. ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് മനസ്സിലായ, തൽക്കാലത്തേക്ക് താൽക്കാലിക ലാഭത്തിന് ആളുകളൊക്കെ നമ്മളെ ചിലപ്പോൾ സഹായിച്ചു എന്ന് വരുത്തും, അല്ലെ സഹായിക്കാമെന്ന് പറയും, അല്ലെ സഹായിച്ചു എന്നൊരു പ്രതീതി ഉണ്ടാക്കും. മനുഷ്യരിലൊന്നും ആശ്രയിച്ചേക്കരുത്. വചനം പറയുന്നു, മനുഷ്യനെ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ്. മനുഷ്യനെ ആശ്രയിക്കുന്നത് ഒരു കെണിയാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നീർച്ചാലിനരികെ നട്ട മരം പോലെ എല്ലാ കാലത്തും ഫലം പുറപ്പെടുവിക്കും. മനുഷ്യനെ ആശ്രയിച്ചാൽ അത് കെണിയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതുകൊണ്ട് വെളിപാട് 3:7 ദൈവത്തിന്റെ വചനം പറയുകയാണ്, എന്താണ്? ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു. ഹല്ലേലൂയാ. വചനത്തെ വിശ്വസിക്കണം. നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ പറ്റാത്ത ഒരു വാതിൽ തുറക്കും. അടഞ്ഞ വാതിലുകൾ തുറന്നു തരും ദൈവം. അതാണ് പുറപ്പാട് 14:14. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് സങ്കീർത്തനം 110:1. എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്തിരിക്കുക. ഹല്ലേലൂയാ. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അതാ പറയുന്നത്. എന്താണ്? കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് കർത്താവാണ് ഏറ്റെടുത്ത് ചെയ്തു തരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കർത്താവിൻ്റെ വചനത്തെ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിൻ്റെ വചനത്തെ വിശ്വസിക്കണം. ദൈവവചനം ബൈബിളുണ്ടോ സ്വന്തമായിട്ട്? അപ്പോൾ എല്ലാ ദിവസവും ദൈവവചനം ശ്രദ്ധയോടെ വായിക്കണം. എല്ലാ ദിവസവും വായിക്കുക മാത്രമല്ല, ആ എഴുതിയിരിക്കുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ വാക്കുകളാണ്. അത് വിശ്വസിക്കണം. അത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. കാരണം കർത്താവിൻ്റെ വാക്കുകൾക്ക് ഒരിക്കലും മാറ്റം വരുത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശാന്തരാവുക, ഞാൻ ദൈവമാണെന്നറിയുക. സങ്കീർത്തനം 46:9. എന്താണ്? അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു, അവിടുന്ന് വില്ലൊടിക്കുന്നു, കുന്തം തകർക്കുന്നു, രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ദൈവത്തെ ഇടം വലം തിരിയാതെ കർത്താവിനെ കണ്ണും പൂട്ടി ആശ്രയിക്കണം. അവിടുന്നാണ് യുദ്ധമില്ലാതാക്കുന്നത്, അവിടുന്നാണ് കുന്തം ഒടിക്കുന്നത്, അവിടുന്നാണ് വില്ലൊടിക്കുന്നത്, കുന്തം തകർക്കുന്നത്, രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിനെ വിശ്വസിച്ച് ശാന്തമായി ദൈവസന്നിധിയിൽ ഇരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കണം, ദൈവവചനത്തെ ആശ്രയിക്കണം. ദൈവവചനത്തെ ആശ്രയിക്കുമ്പോൾ വലിയ അനുഗ്രഹം. ജെറമിയ പ്രവചനത്തിൽ പറയുന്നുണ്ട്,
17-ാമത്തെ അധ്യായം. ജെറമിയ പ്രവചനം 17-ാമത്തെ അധ്യായം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പറയുകയാണ് ജെറമിയ 17:5. ജെറമിയ 17:5 വചനം എഴുതിയെടുക്കുന്നുണ്ടോ? ജെറമിയ 17:5 കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മനസ്സിലായോ? മനുഷ്യനെ ആശ്രയിച്ചാൽ അവനെ ബൈബിൾ വിളിക്കുന്നത് ശപ്തൻ എന്ന് പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ. മനുഷ്യനെ ആശ്രയിച്ചാൽ പറയുകയാണ്, കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപ്തൻ. എന്നാൽ വാക്യം 7, ജെറമിയ 17:7 വായിക്കാം. കർത്താവിനെ ആശ്രയിക്കുന്നവൻ, എന്നൊക്കെ പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ, കർത്താവിനെ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ. അവന്റെ പ്രത്യാശ അവിടുന്നാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? വരൾച്ചയുടെ കാലത്തും അതിന് ആ ജീവിതത്തിന് ഉത്കണ്ഠയില്ല. മനസ്സിലായോ? എല്ലാവർക്കും പട്ടിണി വരുമ്പോഴും എല്ലാവർക്കും ദുരിതം വരുമ്പോഴും ആ ഹൃദയം ഭയം അറിയില്ല. കാരണം എന്താണ്? അവനറിയാം, ഞാൻ നങ്കൂരം ഇട്ടിരിക്കുന്നത്, ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത്, ഞാൻ അടപടലം കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിലാണെന്ന് അവന് അറിയാം. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അവന് ഭയമില്ല. പറയുകയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. കർത്താവിൻ്റെ വചനത്തെ ഗൗരവമായെടുക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിള് ഇരുന്ന് തലങ്ങും വിലങ്ങും വായിക്കണം. എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. വെറുതെ സമയം കളയരുത്. എന്ത് ചെയ്യണം? ഒരു 10 മിനിറ്റ് കിട്ടിയാൽ അപ്പം തന്നെ വചനത്തിലേക്ക് പോകണം. വചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കണം. മനസ്സിലായോ? യൂട്യൂബിലെല്ലാം 10,000 കണക്കിന് ദൈവവചനങ്ങൾ പല ആളുകൾ പ്രഘോഷിക്കുന്നത് കിടപ്പുണ്ട്. നമുക്ക് എപ്പോൾ വേണേലും അല്ലേ, എന്ത് വേണേലും മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കണം. നിങ്ങൾ വചനം കേട്ടോണ്ടിരുന്നാൽ പോലും അനുഗ്രഹം ഉണ്ടാവും. ഹല്ലേലൂയ. വചനം കേട്ടോണ്ടിരുന്നാൽ പോലും നിങ്ങൾക്ക് ആത്മീയ ഉണർവും ഉണ്ടാവും, അനുഗ്രഹവും ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യം. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം. വെളിപാട് ഈ ഞാൻ പറയുന്ന വചനമൊക്കെ എഴുതുന്നുണ്ടോ ആരെങ്കിലും? ഒന്ന് കൈവക്കി എഴുതുന്നവർ അവസാനം പറയണം എത്ര വചനം പറഞ്ഞെന്ന് പറയണം എന്നോട്. ഓക്കെ, എഴുതുന്നുണ്ടല്ലോ. വെളിപാട് 1:3 വായിക്കേ. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവർ. ഹല്ലേലൂയ. മനസ്സിലായ? വചനം കേട്ടാലും അനുഗ്രഹമാണ്. അപ്പോൾ ദൈവവചനം പ്രഘോഷിക്കുന്നത് കേൾക്കണം. വചനം ഓഡിയോ ബൈബിളുണ്ട് മൊബൈലിൽ, അത് കേൾക്കണം. ദൈവവചനം പറയണം, ദൈവവചനം വായിക്കണം. അതിന് സമയം കണ്ടെത്തണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായ? കടലിലൊക്കെ പോകുമ്പോൾ നല്ല പ്ലാസ്റ്റിക് കവറിട്ടൊക്കെ പൊതിഞ്ഞ് ഒരു ബൈബിൾ കൊണ്ടുപോകണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? വെള്ളം വീണും മഴ പെയ്തും ഒക്കെ അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? നല്ല ഒരു കവറിട്ട് ദൈവവചനം കൊണ്ടുപോകണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് സമയം കിട്ടുമ്പോൾ അവിടെ ഇരുന്ന് വായിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ വചനം എവിടെ പോയാലും നമുക്ക് അവസാനം അഭയം, നമുക്ക് സഹായം തരാൻ പോകുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കും. എല്ലാ കാര്യത്തിലും അഭിവൃദ്ധി തരും. സങ്കീർത്തനം 1 മുതൽ വായിക്കാം. 1-ാം സങ്കീർത്തനം 1 മുതൽ ഉറക്കെ വായിക്കാം. 1-ാം സങ്കീർത്തനം 1 മുതൽ ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്, കർത്താവിൻ്റെ നിയമത്തിലാണ്. കർത്താവിൻ്റെ നിയമം സമം കർത്താവിൻ്റെ വചനം. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ വചനത്തിലാണ്. അവൻ എന്ത് ചെയ്യുന്നു? രാവും
പകലും അവൻ അതിനെക്കുറിച്ച് ഹല്ലേലൂയാ പിടിയിട്ടുന്നുണ്ടോ? രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവവചനം കിടന്നാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവമുണ്ടാവും. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവവചനം കിടന്നാൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവം വാഴും. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന എല്ലാ ലോകത്തിൻ്റെ വ്യഗ്രതകളെയും എല്ലാ അസ്വസ്ഥതകളെയും ദുഃഖത്തെയും നിരാശയെയും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം എടുത്തു മാറ്റും. കർത്താവ് ശക്തി തരും. വലിയ മാറ്റം. എനിക്ക് തോന്നുന്നു, ഈ നിങ്ങൾക്ക് കത്ത് വരാറുണ്ടോ? പോസ്റ്റ്മാൻ കത്തുമായിട്ട് വരാറുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് വരാറുണ്ട് കത്ത്. ആ കത്തുകളെല്ലാം തന്നെ ഒന്നുകിൽ പ്രാർത്ഥിക്കണേ എന്നുള്ള അപേക്ഷകളാണ്, അല്ലെങ്കിൽ സാക്ഷ്യങ്ങളാണ്. എനിക്ക് കത്ത് വരുന്നതെല്ലാം അങ്ങനെയാണ്. ഒന്നുകിൽ പ്രാർത്ഥനാ നിയോഗം, അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ. ഈ കത്തിനകത്ത് എത്രയോ മനുഷ്യർ ദൈവവചനം വായിച്ച് ജീവിതത്തിൽ വലിയ മാറ്റം വന്നു, വലിയ വ്യത്യാസം ഉണ്ടായി. പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ശക്തമായ ദൈവത്തിൻ്റെ അപ്പോൾ ഞാൻ രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. അപ്പോൾ അവൻ്റെ ആനന്ദം എവിടെയാണ്? കർത്താവിൻ്റെ നിയമത്തിലാണ്. ആഗ്രഹിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ഒന്ന് കൈവക്കണേ. നാണക്കേടെന്ന് വിചാരിക്കണം. അതായത്, അച്ഛാ എനിക്ക് ബൈബിൾ വായിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു 10 മിനിറ്റ് ബൈബിൾ വായിക്കുമ്പോഴേ ഞാൻ മടുക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് ഒട്ടും വചനം വായിക്കാൻ പറ്റുന്നില്ല, ആഗ്രഹമുണ്ട്, എനിക്കൊരു അഭിഷേകം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എളിമയോടെ കൈവക്കിയാൽ ഈശോയുടെ നാമത്തെ ഞാൻ പറയുന്നു, അത് ഇപ്പം ഇവിടെ വെച്ച് ഇപ്പം കിട്ടും. ഇപ്പം ഹല്ലേലൂയാ. ഒന്ന് കൈവക്കുക. എനിക്ക് വചനം വായിക്കാൻ ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ഒന്ന് കൈവീശിക്കേ. ഒന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ആമയും പറഞ്ഞ് ഏറ്റെടുത്തോ. ഇന്ന് രാത്രി വായിച്ചിട്ട് കിടക്കുപോയി. ഇന്ന് രാത്രി ഒരു 10 മിനിറ്റ് വചനം വായിച്ചിട്ട് കിടന്നോ, ഒരു അഭിഷേകം വെളിപ്പെട്ടിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ പറയാണ് രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. എന്നിട്ട് എന്താണ് അവൻ്റെ പ്രതിഫലം? നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഈ രാവും പകലും ദൈവവചനം, നിങ്ങൾ ലോകത്തെ വേറെ ഏത് ബുക്ക് വായിച്ചാലും നിങ്ങളുടെ ജീവിതത്തിന് ആ ബുക്ക് ഐശ്വര്യം കൊണ്ടുവന്ന് തരത്തില്ല. നിങ്ങൾ ലോകത്തുള്ള ഏത് ബുക്ക് വായിച്ചാലും നിങ്ങളുടെ മനസ്സിന് ആ ബുക്ക് വായിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും എന്നതൊഴിച്ചാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന ശക്തി ലോകത്തെഴുതപ്പെട്ട ഒരു ഗ്രന്ഥത്തിനും ഇല്ല. ഒരു ഗ്രന്ഥത്തിനും ഇല്ല. എന്നാൽ 36,000-ഓളം വാചകങ്ങൾ 73 ഗ്രന്ഥങ്ങളിലായി എഴുതി തയ്യാറാക്കി തുന്നിക്കെട്ടി കയ്യിൽ തന്നിരിക്കുന്ന ക്രൈസ്തവൻ്റെ വേദപുസ്തകത്തിൽ, ആ വേദപുസ്തകത്തിന് തലവര തിരുത്തി എഴുതാനും ജീവിതം മാറ്റിമറിക്കാനും ജീവിതങ്ങളെ നേരെ വഴിക്ക് കൊണ്ടുവരാനും ആത്മഹത്യയിൽ നിന്ന് മനുഷ്യരെ വീണ്ടെടുക്കാനും മദ്യപാനത്തിൻ്റെ കാണാക്കയങ്ങളിൽ നിന്ന് പൊക്കിയെടുക്കാനും ദാരിദ്ര്യത്തിൽ നിന്ന് വീണ്ടെടുക്കാനുമുള്ള ശക്തിയുണ്ട്. ഈ ബൈബിളിന് ജീവനുള്ള വചനമാണത്. ഹല്ലേലൂയാ. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. ലോകത്ത് വേറെ ഒരു ബുക്കിനും അങ്ങനെ ഒരു കാര്യം അവകാശപ്പെടാനില്ല. കാരാഗൃഹത്തിലിരുന്ന് ഈ പുസ്തകം വായിച്ച് മനുഷ്യർ തടവറകളിൽ നിന്ന് മാനസാന്തരപ്പെട്ടു. മനസ്സിലാവുന്നുണ്ട്? ആശുപത്രി കിടക്കകളിൽ വെച്ച് അവർ ദൈവത്തെ ഈ പുസ്തകം വായിച്ച് കണ്ടുമുട്ടി. തെരുവുകളിൽ വെച്ച് അവർ ദൈവത്തെ തിരിച്ചറിഞ്ഞു. ഈ ഗ്രന്ഥം അവർക്ക് യേശുവിനെ ദൈവത്തെ കൊടുത്തു. മനസ്സിലായോ? അതുകൊണ്ട് അത് വില പിടിച്ച ജീവൻ കൊടുത്ത് മനുഷ്യര് തങ്ങളുടെ ജീവനും പ്രാണനും കൊടുത്ത് ചോരയും നീരും എറ്റിച്ച് നമുക്ക് തന്ന ഒരു ഗ്രന്ഥമാണത്. അതുകൊണ്ട് അതിനെ നിസ്സാരമാക്കരുത്. നീർച്ചാലിനരികെ നട്ടതും, വായിക്ക്, യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ. അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവൻ്റെ പ്രവൃത്തികൾ സഫല. നിങ്ങൾ വള്ളത്തിലിരുന്ന് ബൈബിള് വായിക്ക്, ആ വള്ളം കൊണ്ട് നീ രക്ഷപ്പെടും. ഹല്ലേലൂയാ. നിന്റെ വീട്ടിലിരുന്ന് ബൈബിള് വായിക്ക്, ആ വീട് നശിക്കത്തില്ല. ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. എൻ്റെ വല്യമ്മച്ചി 102 വയസ്സുണ്ടായിരുന്നു മരിക്കുമ്പോൾ. 102 വയസ്സ്. എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഈ വല്യമ്മയെ കണ്ട ഓർമ്മ മുഴുവൻ വെളുപ്പാങ്കാലത്ത് ഒന്നുകിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇതുപോലെയുള്ള കറുത്ത പൈൻറ്റിട്ട ഒരു ബൈബിളും തുറന്നു വെച്ച് ഒരു പൊട്ടക്കണ്ണാടിയും വെച്ചിരുന്ന് അത് വായിച്ചുകൊണ്ടിരിക്കുന്നു.
ഈ 2 വിധത്തിൽ എൻ്റെ അപ്പൻ്റെ അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ആ വല്യമ്മ വീട്ടിലിരുന്ന് വചനം വായിച്ചു, ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നു. മനസ്സിലായി? വായിച്ച വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ചന്തയിൽ, ഈ പത്തനംതിട്ടയ്ക്ക് അടുത്തൊരു സ്ഥലത്തൊരു ചന്തയിൽ തലച്ചുമടായിട്ട് സാധനങ്ങൾ കൊണ്ടുപോയി കാൽനടയായിട്ട് 15 കിലോമീറ്റർ നടന്ന് കൊണ്ടുപോയി വിറ്റ് മക്കളെ പഠിപ്പിച്ച ഒരു വല്യമ്മയാണ്. വിദ്യാഭ്യാസമൊന്നുമില്ല, എഴുത്ത് വായന അറിയാം. എന്ത് ചെയ്തു? ദൈവവചനം വായിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? തലമുറ രക്ഷപ്പെട്ടു, എല്ലാവരും രക്ഷപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ഒറ്റ കുടുംബം പോലും നശിച്ചു പോയില്ല. ആ അമ്മയുടെ മക്കൾ ആരും നശിച്ചു പോയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും രക്ഷപ്പെട്ടു. എന്താ കാര്യം? ഒരു വല്യമ്മ വീട്ടിലിരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നാണ്. TV കണ്ടുകൊണ്ടിരുന്നത് നടക്കുവോ? മൊബൈലിൽ റീൽസ് കണ്ടുകൊണ്ടിരുന്നത് നടക്കുവോ? നടക്കത്തില്ല, നശിക്കത്തേ ഉള്ളൂ. വചനം വായിക്കണം. ഈ പുസ്തകം എടുത്ത് കയ്യിലും നെഞ്ചിലും വെക്കുന്നത് അഭിമാനമായിട്ട് കണ്ട് ഈ തീരത്തൂടെ നടക്കണം. ഹല്ലേലൂയ. ഈ പുസ്തകം പഠിക്കുന്നത് അഭിമാനമായിട്ട് കരുതണം. കാരണം ജീവിക്കുന്ന ദൈവം നമ്മളോട് സംസാരിച്ച വാക്കുകളാണത്, വിലപ്പെട്ട നിധികളാണത്. ജീവിക്കുന്ന ഒരു ദൈവം നിന്റെ ജീവിതത്തെ തിരുത്തി എഴുതാൻ നിന്നോട് സംസാരിച്ച കാര്യങ്ങളാണ്. അതിനെ നിസ്സാരമാക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എത്ര നിവൃത്തിയില്ലെങ്കിലും ഒരു ബൈബിൾ സ്വന്തമായിട്ട് വാങ്ങണം. അമ്മച്ചിക്ക് വായിക്കാൻ അറിയത്തില്ലെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാം? ആ ബൈബിള് ചുമ്മാ കൊണ്ട് നടക്കണം. വായിക്കാൻ അറിയൊന്നും വേണ്ട. കർത്താവ് നിന്റെ അറിവില്ലായ്മ കണ്ടിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിൽ സംസാരിച്ച് പറഞ്ഞ് തന്നോളൂ. നിനക്ക് ഈ വായിക്കാൻ അറിയൊന്നും വേണ്ട, ദൈവം സംസാരിച്ചോളും. ഒരക്ഷരം ഇതിനകത്തൊന്നും വായിക്കാത്ത ആളുകൾ ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അവിടെ റാംസ് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ പനക്കലച്ഛൻ്റെയൊക്കെ ഒരു ധ്യാനകേന്ദ്രം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് അവിടെയുള്ള അച്ഛൻ പറഞ്ഞു, അച്ഛാ, ഓട്ടിസം ബാധിച്ച സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടിയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഇവിടെയുണ്ട്. ഓട്ടിസ്റ്റിക്കാണ്. ഇംഗ്ലണ്ടിലാണ് ജനിച്ചു വളർന്നത്, അല്ലെ അവിടെയാണ് ജീവിക്കുന്നത്. മലയാളമൊക്കെ കമ്മിയാണ്. പക്ഷെ അച്ഛൻ പോയി അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അച്ഛൻ അവൻ 5 വചനം എഴുതിത്തരും. ഈ ബൈബിളിൽ നിന്ന് മലയാളത്തിൽ എഴുതിത്തരും. മനസ്സിലായോ? വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരനല്ല, അവന് അറിവുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം സ്കൂളിൽ പോയി സാധാരണ പിള്ളേർ നടത്തിയിട്ടില്ല. ഈ ബൈബിൾ മുഴുവൻ വായിച്ച് മനസ്സിലാക്കാനുള്ള മറ്റു കുട്ടികൾക്കുള്ളതുപോലെ ഒരു കഴിവ് അവനുണ്ടായിട്ടുമില്ല. പക്ഷേ ഈ വചനം അവൻ എഴുതിത്തരും. 5 വചനം എഴുതിത്തരും. എനിക്ക് പലതവണ അങ്ങനെ എഴുതി തന്നിട്ടുണ്ട്. നമ്മൾ അത്ഭുതപ്പെടും. കറക്റ്റ് നമ്മുടെ ജീവിതം എന്താണോ അതായിരിക്കും ആ 5 വചനം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചിട്ടല്ല, ഗ്രഹിച്ചിട്ടല്ല. ഇത് ജീവിക്കുന്ന ദൈവം എന്ത് ചെയ്തു? അവന് വചനത്തോട് ദാഹം ഉണ്ടായപ്പോൾ കർത്താവ് ഹൃദയത്തിൽ ഈ പുസ്തകത്തിൽ എഴുതിയത് അത് എഴുതിയ വിരലുകൊണ്ട് അവൻ ഹൃദയത്തിൽ എഴുതി കൊടുത്തു. ഹൃദയത്തിൽ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ആഫ്രിക്കയിൽ റുവാണ്ടയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെയുള്ളൊരച്ഛൻ അവനെ ഇംഗ്ലണ്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഡാനിയലച്ഛൻ ആഫ്രിക്ക വന്നിട്ടുണ്ട്, നീ അച്ഛൻ ഒരു 5 വചനം പെട്ടെന്ന് അയക്കാൻ പറഞ്ഞു. അവൻ 5 വചനം അയച്ചു. നമ്മൾ അത്ഭുതപ്പെടും. അതായത് കർത്താവിൻ്റെ ആത്മാവ് കറക്റ്റായിട്ട് ഈ വചനത്തിലൂടെ സംസാരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് ആ വചനത്തെ നിസ്സാരമാക്കരുത്. വചനം പറയുകയാണ്, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവൻ, അവൻ്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. അപ്പം എന്നാ ചെയ്താലും അതിനകത്ത് ഒരനുഗ്രഹം ഉണ്ടാവും. ദൈവം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ കൂടെ കർത്താവിൻ്റെ ആശീർവാദം ഉണ്ടാവും. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ കർത്താവിൻ്റെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. ജോസഫിനെ ഓർത്ത് പോത്തിഫറിനെ അനുഗ്രഹിച്ച കർത്താവ് നിന്നെ ഓർത്ത് നിൻ്റെ നാടിനെ അനുഗ്രഹിക്കും. മനസ്സിലായോ? ജോസഫ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും ദൈവം അനുഗ്രഹമാക്കി എന്ന് ഉൽപ്പത്തി 39 പറയുന്നുണ്ട്. ജോസഫ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും ദൈവം അനുഗ്രഹമാക്കി മാറ്റി. അപ്പോൾ എന്ത് ചെയ്താലും അതിനകത്ത് അനുഗ്രഹം ഉണ്ടാവണം. മനസ്സിലായോ? അതായത് അപ്പസ്തോലന്മാർ മീൻ പിടിക്കാനായിട്ട് പോയപ്പോൾ അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അവർ ഉഷസായപ്പോൾ കർത്താവ് എന്ത് ചെയ്തു?
ആ വള്ളത്തിനരിയിലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് എന്ത് പറഞ്ഞു? വലതുവശത്ത് വലയിടാൻ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? വലതുവശത്ത് വലയിടാൻ പറഞ്ഞു. ഈ രാത്രി മുഴുവൻ നിങ്ങൾ മീൻ പിടിക്കുന്ന ആളുകൾ ഇതിനകത്തില്ലേ? രാത്രി മുഴുവൻ വല വീശിയ ആൾ ഈ വലതുവശത്ത് വല വീശാതിരിക്കുക. വലതുവശത്ത് ഓൾറെഡി വീശി, വലതുവശത്ത് വല ഇറക്കിയിട്ടുണ്ട്, ഒന്നും കിട്ടിയില്ല. പക്ഷേ ശ്രദ്ധിക്കണം, ഈ വലതുവശത്ത് നേരത്തെ പത്രോസ് വല ഇറക്കിയതാണ്, ഒന്നും കിട്ടിയില്ല. കർത്താവ് പറയാണ് വലതുവശത്ത് വല ഇറക്കുക. എന്താ വ്യത്യാസം? ദൈവം പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഒരു ജോലി ചെയ്തപ്പോൾ ഇഷ്ടം പോലെ വഞ്ചി നിറച്ച് മീൻ കിട്ടി. ദൈവം പറഞ്ഞ വാക്ക് അതെവിടാ? അത് ഈ പുസ്തകത്തിലാ, ബൈബിളിൽ. ദൈവം പറഞ്ഞത് വായിച്ചിട്ട്, ദൈവം പറഞ്ഞത് കേട്ടിട്ട് നീ ഒരു കാര്യത്തിന് ഇറങ്ങ്, അനുഗ്രഹം ഉണ്ടാവും. ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് ശക്തമായ വചനത്തിൻ്റെ ഒന്ന് എഴുന്നേക്കാവോ? ഒന്ന് ചാടി എഴുന്നേറ്റ് ശക്തമായ ഒരു അഭിഷേകം ദൈവവചനത്തിൻ്റെ. എല്ലാ ആളുകളും ബൈബിൾ വായിക്കണം. നമുക്കിങ്ങനെ ഈ നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം ജോലിയില്ലെന്ന്, ചേട്ടന്മാർക്ക് ജോലിയില്ലെന്ന് വെച്ചോ, ഒരു ദിവസം കടലിൽ പോയില്ല, അല്ലെങ്കിൽ വേറെ ജോലിക്ക് പോയില്ല, അല്ലെങ്കിൽ പഠിക്കാൻ പോയില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് നിങ്ങൾ പോയില്ല, പകൽ നിങ്ങൾ ഫ്രീ ആണ്. വെള്ളമൊക്കെ ഈ ഇവിടെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. വീട്ടിലിരിക്കുമ്പോൾ ഭയങ്കര ചൂടാണ്, എന്നാൽ കടലിൻ്റെ തീരത്ത് വന്ന് ആ വള്ളത്തിൻ്റെ മറവിൽ ഇത്തിരി തണുപ്പുണ്ട്, അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്ന് വീടിയും വലിച്ച് കള്ളും കുടിച്ച്, നിങ്ങളങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ഇരിക്കുന്നതിന് പകരം ഒരു ബൈബിളുമായിട്ട് വന്ന് ആ വള്ളത്തിൻ്റെ മറവിലിരുന്ന് ബൈബിള് വായിച്ചാൽ ഈ കടൽ കവരാൻ വരുന്നവരെ വചനം ഓടിച്ചോളും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? ഈ കടൽ കവർന്നെടുക്കാൻ വരുന്നവരെ ദൈവവചനം ആട്ടിപ്പായിച്ചോളും. അവിടെ ആ കടലിലും ആ തിരമാലയുടെ അടുത്തും ഈ തീരത്തും വചനം കടന്നാൽ നിങ്ങൾ പേടിക്കണ്ട. വചനം കടന്നാൽ, മനസ്സിലായോ? കർത്താവ് ഈശോ മിശിഹാ വള്ളത്തിലിരുന്നപ്പോൾ എല്ലാ മീനും ഈശോയുടെ അടുത്തോട്ട് വന്നു. ദൈവവചനം ഈ തീരത്ത് ഒരു 10 പേരിരുന്ന് ബൈബിള് വായിച്ചാൽ അറബിക്കടലിലെ എല്ലാ മീനും പുല്ലുവിളയിൽ വരും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? വെറും വാക്കല്ല അതൊന്നും. ഒക്കെ വചനം എന്ത് ചെയ്യുന്നറിയാം? ദൈവവചനം മീനെ എല്ലാം വിളിച്ചോണ്ട് വരും. ദൈവം തരും. ബോട്ട് വാങ്ങിച്ച് കടബാധ്യതയിലിരിക്കുന്നവരും മത്സ്യബന്ധനത്തിന് വേണ്ടി ചെലവാക്കിയ പണം കൊണ്ട് ബാങ്ക് ലോണ് ജപ്തി, വലിയ ദാരിദ്ര്യത്തിലായിരിക്കുന്നവരെല്ലാം, പ്രിയ മക്കളെ, ഇന്ന് ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്ക്. ഞാൻ ദൈവവചനം വായിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ദൈവവചനം വായിക്കും. ദൈവവചനം വായിച്ച് ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ ആഴപ്പെടും. ഒന്നും മനസ്സിലാവണ്ട, ഒരു വകയും മനസ്സിലാവണ്ട, മനസ്സിലാവണ്ട. പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നോളൂ. വായിക്ക്. അങ്ങനെ വായിക്കാൻ ഒരഭിഷേകം ഈ ദേശത്ത് രൂപപ്പെടാൻ കരങ്ങൾ ഉയർത്താം. ഒത്തിരി ഭാരങ്ങളുണ്ട്, ഒരുപാട് വേദനകൾ. എല്ലാറ്റിൻ്റെയും മീതെ ദൈവത്തിൻ്റെ കരം വെളിപ്പെടണം. എല്ലാറ്റിൻ്റെയും മീതെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടണം. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അധിനാഥനായ ദൈവമേ, ജനത്തിൻ്റെ കണ്ണീര് തുടയ്ക്കണം. ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും രോഗത്തിലും മാനസിക ശാരീരിക പ്രയാസങ്ങളിലും കഴിയുന്ന ദൈവമേ, ജനത്തിൻ്റെ മേൽ കർത്താവേ നിന്റെ കരം നീട്ടണമേ. ദൈവമേ, ഈ ശബ്ദപരിധിക്കകത്ത് നിൽക്കുന്ന എല്ലാ മക്കളും, വീട്ടിലിരിക്കുന്നവര്, വഴിയിൽ നിന്ന് ഈ വചനം കേൾക്കുന്നവര്, കർത്താവേ, ഈ കടൽ തീരത്ത് ദൈവമേ നിറഞ്ഞു നിൽക്കുന്ന ഈ ജനത്തിന്റെ മേൽ, ഏറ്റവും അവസാനം നിൽക്കുന്ന വ്യക്തിയുടെ മേൽ വരെയും കർത്താവേ ഇപ്പോൾ നിന്റെ കരം നീട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരം നീട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ശക്തി അയക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശിന്റെ അടയാളത്താൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു 10-20 പേര് നിങ്ങളുടെ സ്വരം കേട്ടോട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ദൈവമേ, ദേശത്തിന്റെ മേൽ വലിയൊരു ദൈവശക്തി വെളിപ്പെടണമേ, വലിയ ദൈവകൃപ വെളിപ്പെടണമേ, വലിയ അഭിഷേകം വെളിപ്പെടണമേ. Power in the name of Jesus. Power in the mighty name of Jesus. Power in the mighty name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദേശത്തെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു, ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരയെയും കടലിനെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഫൊറോനയിലെ എല്ലാ ദേവാലയങ്ങളെയും എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അപരിമയമായ ശക്തി ഒഴുകണമേ. കർത്താവേ, അത്ഭുതം പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ. ഉറക്കെ വിളിക്കുന്ന ഈശോയേ,
കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ, കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. പവർ, ഹോളി സ്പിരിറ്റ്, അഭിഷേകം. ഓ ദൈവമേ, ശക്തി ഇറങ്ങണമേ. അവനെ അന്വേഷിക്കുന്നവന് ഒന്നിന്റെയും കുറവുണ്ടാവുകയില്ല. കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാർ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അവിടുന്ന് എന്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലതു കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. ശക്തി, ശക്തി വ്യാപരിക്കട്ടെ. കണ്ണുകളടച്ച് ആരാധിക്കട്ടെ. ആരെയും ശ്രദ്ധിക്കരുത്, ആരെയും ശ്രദ്ധിക്കരുത്. വലിയ കാര്യങ്ങൾ കർത്താവ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ കരം അനേകരെ സ്പർശിക്കുന്നു. വലിയ ആത്മീയ ഉണർവ്, അഭിഷേകം ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുന്നു. ദൈവത്തിന്റെ അപരിമേയമായ ശക്തി ദേശത്തിന്റെ മേൽ കടന്നു വരുന്നു. അനേകർക്ക് താങ്ങാനാവാത്ത ദൈവത്തിന്റെ മഹത്വം ശരീരത്തിൽ വെളിപ്പെടുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ ഇറങ്ങി ആവസിക്കുന്നു. അഭിഷേകം വ്യാപരിക്കുന്നു. പവർ, 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 പവർ അനോയിന്റിംഗ്. കർത്താവേ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ശക്തിയോടെ എല്ലാ മക്കളും ആരാധിക്കണം. അഭിഷേകം, അഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. പെന്തക്കോസ്തുനാളിലെ മാളിക മുറി അഗ്നിനാവിനാൽ മുഴുവൻ നിറച്ചവനെ. അഗ്നിജ്വാല പോ പിളർന്നിറങ്ങിവ, കൊടുങ്കാറ്റു പോലെ വീശിയെന്നിവ. അഗ്നിജ്വാല പോ പിളർന്നിറങ്ങിവ, കൊടുങ്കാറ്റു പോലെ വീശിയെന്നിവ. മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങിവാ, മഴ പോലെ പെയ്തിറങ്ങിവാ. സ്വർഗീയഗ്നിയേ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ. മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഈശോയേ, 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 കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് ശക്തിയോടെ ദൈവത്തെ ആരാധിക്കട്ടെ. ഇരിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ശക്തമായിട്ട് കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ആഗ്രഹത്തോടെ നമ്മൾ ഈ ഒരു തുടർന്നുള്ള സമയത്ത് പെട്ടെന്ന് ഒരു വചനഭാഗം ധ്യാനിക്കാൻ 2 ദിനവൃത്താന്തം 20-ാം അധ്യായം, 2 ദിനവൃത്താന്തം 20-ാം അധ്യായം. ബൈബിൾ തുറന്ന് ബൈബിളുള്ളവർ എടുക്കുക. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം, അധ്യായം 20, 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആദ്യം വായിക്കുകയാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 1 മുതൽ 12 വരെ വായിക്കാം. കുറേ കാലം കഴിഞ്ഞ് മൊവാബ്യരും അമ്മോന്യരും മെയുന്യരും ചേർന്ന് യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതായത് യൂദയായിലെ
4-ാമത്തെ രാജാവായിരുന്നു യഹോഷാഫാത്ത്. അപ്പോൾ ഈ രാജാവിന് എതിരെ 3 രാജ്യങ്ങൾ യുദ്ധത്തിന് വരികയാണ്. മൊവാബ്യരും, അമ്മോന്യരും, മെയ്യൂന്യരും. പേരൊന്നും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 3 ശത്രു രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരികയാണ്. വാക്യം 2, ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ശത്രു വരികയാണ്, ഒരു വേദന വരികയാണ്, ഒരു സഹനം ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വരികയാണ്. പ്രതീക്ഷിക്കാത്ത ഒരു വേദന, ഒരു ഇലക്ട്രിക് ഷോക്ക് പോലെ, ഒരു ആലക്തികാഘാതം പോലെ പെട്ടെന്ന് ഈ രാജാവിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. കടലിനക്കരെ നിന്ന്, ഏദോമിൽ നിന്ന് വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. വായിക്കാം. ഇതാ അവർ ഹാസോൺ താമറിൽ, അതായത് എൻഗേദിയിൽ എത്തിക്കഴിഞ്ഞു. വാക്യം 3, അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതായത് നമ്മൾ നന്നായിട്ട് പോകുന്ന ഒരു ജീവിതം പെട്ടെന്ന് ചില താളപ്പിഴകൾ കാണിച്ചു തുടങ്ങുമ്പോൾ, പെട്ടെന്ന് ചില ചോദ്യങ്ങളും സംശയങ്ങളും ഉരുണ്ടുകൂടുമ്പോൾ, പെട്ടെന്ന് ചില അസ്വസ്ഥതയുടെ കാർമേഘങ്ങൾ ജീവിതത്തിൻ്റെ വിഹായസിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുമ്പോൾ, മനുഷ്യൻ്റെ ശക്തി കൊണ്ടതിനെ കൈകാര്യം ചെയ്യാൻ നിൽക്കരുത്. മാനുഷിക ഉപായങ്ങൾ തേടരുത്. ഈ രാജാവ് പഠിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം, തനിക്കെതിരെ അപ്രതീക്ഷിതമായി ശത്രുവിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോൾ അയാൾ മനുഷ്യരെ തേടിപ്പോവുകയോ മാനുഷിക ഉപായങ്ങളും ഉപദേശങ്ങളും തേടാൻ തുനിയുകയോ ചെയ്യുന്നതിന് പകരം അയാൾ കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ആരംഭിക്കുന്നത് ഒരു വ്യക്തി ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനിക്കുന്നിടത്താണ്. ഒരു പ്രതിസന്ധിയുടെ പരിഹാരം, കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഒരു പ്രശ്നത്തിനാണെങ്കിൽ ആ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരാൾ തീരുമാനിക്കുന്നു, അയാൾ ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനിക്കുന്നു. ജീവിതത്തെ ഒന്ന് അടിമുടി വിലയിരുത്തുന്നു. ജീവിതത്തിൽ എവിടെയാണ് തെറ്റിയതെന്ന് കണ്ടെത്താൻ പറ്റുന്നതാണെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു. തനിക്ക് പാളിച്ചകൾ വന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയുന്നു. തനിക്ക് ബലഹീനതകൾ ഉണ്ടെന്ന് അംഗീകരിക്കുന്നു. താനൊരു പോരായ്മയുള്ള മനുഷ്യനാണെന്നും അബദ്ധങ്ങൾ ഉണ്ടാകാമെന്നും മനുഷ്യ സഹജമായ വീഴ്ചകൾ തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്നും സമ്മതിക്കുന്നു. അല്ലാതെ ദുശാഠ്യത്തോടെ, അഹംഭാവത്തോടെ, തന്നിഷ്ടത്തോടെ, കാർക്കശ്യ മനസ്സോടെ, ബൈബിള് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് സ്റ്റിഫ് നെക്ഡ് എന്നാണ്. സ്റ്റിഫ് നെക്ഡ് എന്ന് പറഞ്ഞാൽ നല്ല കാർക്കശ്യം എന്ന് പറഞ്ഞാൽ വഴങ്ങാത്ത കഴുത്തെന്നാണ്. സ്റ്റിഫ് നെക്ഡ്, വഴങ്ങാത്ത ഒരു സ്വഭാവം, ദുശാഠ്യം. പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് കുഴപ്പമില്ല എന്നുള്ള വിചാരം, ഞാനെല്ലാം ചെയ്യുന്നത് ശരിയാണ് എന്ന ചിന്ത, എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത തീരുമാനമെല്ലാം ശരിയായിരുന്നു എന്ന വിചാരം, ഇത് ആദ്യം അവസാനിപ്പിച്ചിട്ട് ദൈവത്തിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ രാജാവ് ചെയ്തത്, അദ്ദേഹം കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൈവത്തോട് അടുക്കാൻ അദ്ദേഹത്തിന് അറിയാമായിരുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി ഭക്ഷണം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആഹാരം കഴിക്കാതെ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ഉപവാസത്തിന് വലിയ ശക്തിയുണ്ട്. ഭക്ഷണം ഉപേക്ഷിക്കുന്നതിന് വലിയ ശക്തിയുണ്ട്. ശരീരത്തിൽ സഹിക്കുമ്പോൾ വലിയ ദൈവശക്തി വെളിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പുറപ്പാട് പുസ്തകത്തിൻ്റെ 17-ാമത്തെ അധ്യായത്തിലേക്ക് വരണം. പുറപ്പാട് പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ.
ഒന്ന് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പുറപ്പാട് പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിക്കാം. അമലേക്യർ റഫീദീമിൽ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. ഇതുപോലെ ഇതാ അമലേക്യർ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിക്കുകയാണ്. ജനം വാഗ്ദത്ത നാട്ടിലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന സമയമായിരുന്നു. പാറയിൽ നിന്ന് വെള്ളമൊഴുകി ജനം മുഴുവൻ കുടിച്ച് തൃപ്തിയായതിനു ശേഷം അവർ മരുഭൂമിയിലൂടെ യാത്ര തുടർന്നപ്പോൾ അമലേക്യരെന്ന് പറയുന്ന ശത്രുക്കൾ വന്ന് ഇസ്രായേൽക്കാരെ ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് റഫീദീമിൽ ഇസ്രായേൽക്കാരെ ആക്രമിച്ചു. അപ്പോൾ മോശ ജോഷുവയോട് പറഞ്ഞു, ആളുകളെ തെരഞ്ഞെടുത്ത് അമലേക്യരുമായി യുദ്ധത്തിന് പുറപ്പെടുക. മോശ ജോഷുവയോട് പറഞ്ഞു, നീ പട്ടാളക്കാരെയും കൂട്ടി ആയുധധാരികളായ ആരോഗ്യമുള്ളവരായ ചെറുപ്പക്കാരെ കൂട്ടി യുദ്ധത്തിന് പുറപ്പെടുക. അടുത്ത വാക്യം, ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വടി, ഞാൻ നാളെ ദൈവത്തിൻ്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. മോശ ജനത്തെ നയിക്കാൻ വേണ്ടി മോശയെ ഹോറേബിൽ വെച്ച് ദൈവം വിളിക്കുമ്പോൾ, മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം അഗ്നിജ്വാലകളായി പ്രത്യക്ഷപ്പെട്ട് മോശയെ വിളിച്ച് ദൗത്യം ഏൽപ്പിക്കുമ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നീ ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വം ചെയ്യാനുള്ള കഴിവ് ഇല്ല, ഞാൻ വിക്കനാണ്, പോരാത്തതിന് ഞാൻ കൊലപാതകയാണ്. ഞാൻ കൊലപാതകം ചെയ്തിട്ട് ഞാൻ ജനിച്ചു വളർന്ന ഈജിപ്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് മരുഭൂമിയിൽ അഭയം പ്രാപിച്ച ആളാണ്. അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചും വിറങ്ങലിച്ചും പേടിച്ചും നിൽക്കുന്ന സമയത്ത് ദൈവം ഒരു ധൈര്യത്തിന് കൊടുത്തതാണ് ദൈവത്തിൻ്റെ വടി. മോശയുടെ വടിയാണ്. പക്ഷെ ആ വടിയെ ദൈവം ആശീർവദിച്ചു. ആ വടി നിലത്തിടാൻ പറഞ്ഞു. അപ്പോൾ അതെന്തായി മാറി? പാമ്പായി മാറി. അപ്പോൾ മോശ എന്ത് ചെയ്തു? വാവാ സുരേഷിനെ വിളിച്ചു. എന്തെങ്കിലും പറ. മോശ എന്ത് ചെയ്തു? അതിനെ വാലെ പിടിച്ച് എടുത്തു. അപ്പോൾ അത് വീണ്ടും വടിയായിട്ട് മാറി. അപ്പോൾ ഈജിപ്തിൽ ചെന്നിട്ട് ഈ വടി മോശ എന്ത് ചെയ്തു? ഈജിപ്തിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് മന്ത്രവാദികളുടെ മുമ്പിലേക്ക് ഈ വടി ഇട്ടപ്പോൾ വടി പാമ്പായി. അപ്പോൾ ഈജിപ്തിലെ മന്ത്രവാദികളും അവരുടെ വടി താഴെ ഇട്ടപ്പോൾ അതും പാമ്പായി. എന്ത് ചെയ്തു? ആ മോശയുടെ വടി പാമ്പായി മാറിയ വടി, ആ പാമ്പ് ബാക്കി പാമ്പുകളെല്ലാം വിഴുങ്ങി. അപ്പോൾ ദൈവം കൊടുത്ത അധികാരമാണ് ഈ വടി. ശ്രദ്ധിക്കണം. എന്തായിരുന്നു മോശയുടെ വടി? ചെങ്കടൽ പിളർക്കുന്ന സമയത്ത് മോശ ഈ വടിയെടുത്ത് നീട്ടി, കൈ നീട്ടി. അപ്പോഴാണ് കടൽ രണ്ടാവുന്നത്. എന്താണ് ഈ വടി? എന്താണ് ഈ വടി? ഈ വടിയാണ് എഴുതപ്പെട്ട ദൈവവചനം. മോശയുടെ വടിയാണ് എഴുതപ്പെട്ട ദൈവവചനം. ഇതാണ് ഒരു ദൈവ പൈതലിൻ്റെ അധികാരം, വചനം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി? ഏത് കടലും പിളർക്കുന്ന, ഏത് പാറയും പിളർക്കുന്ന, ഏത് വഴിയും തുറക്കുന്ന, ഏത് ഇരുട്ടിനെയും ശാസിക്കുന്ന, ഏത് മന്ത്രതന്ത്രങ്ങളെയും നിർവീര്യമാക്കുന്ന ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ വടി, എഴുതപ്പെട്ട വചനം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് മോശ മലമുകളിലേക്ക് പോവാണ്. ആ മലമുകളിലേക്ക് പോകുന്നത് ദൈവവചനത്തിലുള്ള വിശ്വാസമാകുന്ന വടിയും എടുത്തിട്ടാണ്. വചനത്തിലുള്ള ദൈവം അരുളി ചെയ്ത കാര്യങ്ങളിലുള്ള ഉറപ്പ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ ഉറപ്പാണ് വേണ്ടത്. നിങ്ങൾ നടന്നു പോകുമ്പോൾ രാവിലെ ഒരു കാര്യത്തിന് ഇസ്രായേലിൽ പോകണം. അപ്പോൾ പാസ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോവാം. പോകുന്ന സമയത്ത് പൂച്ച കുറുക്കിയാടി. പൂച്ച, ഹലോ, പൂച്ച വിലങ്ങനെ ചാടി, കുറുകെ ചാടി. ഇവിടെ എങ്ങനെ പറയുന്നത് ഇതിന്? കുറുകെ ചാടി ആണോ? അതല്ലേ ഞാൻ പറഞ്ഞേ. പൂച്ച കുറുകെ ചാടി. അപ്പൊ എന്ത് പറഞ്ഞു അമ്മച്ചി? അയ്യോ, ഇന്നത്തെ കാര്യം ഒരു തീരുമാനമായി. ഇത് വചനത്തിലുള്ള വിശ്വാസമാണോ? അല്ല. 1-ാം തീയതി രാവിലെ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി വെളിയിലോട്ടിറങ്ങി വന്നതും സാവിത്രിയാണ് കണ്ടത്. സാവിത്രിയെ കണ്ടപ്പോൾ അയ്യോ, ഈ മാസം പോക്കടിച്ച്. ഇത് വചനത്തിലുള്ള വിശ്വാസമാണോ? അല്ല. മനസ്സിലായോ?
എന്തെങ്കിലും ഒരിക്കലും ദൈവം ആഗ്രഹിക്കാത്തൊരു കാര്യം വീട്ടിലിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പല്ലി ചെലച്ചു. അപ്പൊ സത്യം, ഇത് ദൈവത്തിലുള്ള വിശ്വാസമാണോ? അല്ല. ആരോ ഒരാള്, ദൈവവചനത്തിൽ ഉറപ്പില്ലാത്ത ഒരാള് ഇങ്ങനെതിരെ നടന്നുപോയി. അയാളെ വിളിച്ചിരുന്നത് പ്രാർത്ഥനക്കാരൻ എന്നാണ്. വചനമൊന്നും അറിഞ്ഞുകൂടാ. പ്രാർത്ഥനക്കാരൻ എന്നാണ് അയാളെ വിളിച്ചിരുന്നത്. ആ പ്രാർത്ഥനക്കാരനെ വിളിച്ച് വീട്ടിൽ കയറ്റി. അപ്പം അയാൾ പറഞ്ഞു, ഈ വീട്ടിലെ ഈ മുറി ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെടാത്തത്. അപ്പോൾ ഇനി ഇല്ലാത്ത ഓൾറെഡി ലോണാണ്, ഇനി അതിൻ്റെ പുറത്ത് വേറെ ലോൺ വെച്ചിട്ട് കടം വാങ്ങിച്ച് വീട് വിളിക്കുമ്പോൾ അത് വചനത്തിലുള്ള വിശ്വാസമാണോ? അല്ല. ശത്രു വന്നെതിരെ നിൽക്കുമ്പോൾ ആയുധധാരികളായി അംഗബലത്തിൽ കൂടുതലുള്ള ആളുകൾ തങ്ങൾക്ക് എതിരെ നിന്ന് ഈ യാത്രയിൽ, നിങ്ങൾ ഓർക്കണം, കാനാനിലേക്കുള്ള യാത്രക്കിടയിൽ യാത്ര ചെയ്യുന്ന ജനത്തിൽ പട്ടാളക്കാർ മാത്രമല്ല ഉള്ളത്, ആണോ? കുഞ്ഞുകുട്ടി പരാധീനങ്ങളുണ്ട്, വൃദ്ധജനങ്ങളുണ്ട്, അംഗവൈകല്യമുള്ളവരുണ്ട്, വികലാംഗരുണ്ട്, വയ്യാത്തവരുണ്ട്, എടുത്തുകൊണ്ട് നടക്കുന്ന ആളുകളെ എടുത്തുകൊണ്ട് പോകുന്നവർ എല്ലാവരും ഉണ്ട്. ചെറുപ്പക്കാർ കുറച്ചുണ്ട്, പക്ഷേ വയ്യാത്തവരുണ്ട്. ഈ യാത്രക്കിടയിൽ, ഈ മരുഭൂമിയിലുള്ള യാത്രക്കിടയിൽ, വളരെ കഷ്ടിച്ച് മാത്രം ഭക്ഷണം കിട്ടിയിരുന്ന ഒരു യാത്രക്കിടയിൽ ക്ഷീണിച്ച് വലയുന്ന ഒരു ജനത്തിന് നേരെ സദാ യുദ്ധസന്നദ്ധരായി രാപകൽ ശത്രുവിനെ നിരീക്ഷിച്ച് കാവൽ നിന്നൊരു ജനത വന്നെതിരെ നിൽക്കുമ്പോൾ മോശ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ വടിയും കയ്യിലെടുത്ത് മലമുകളിലേക്ക് പോവും. പറഞ്ഞു ഹല്ലേലൂയ. അതായത് ഒരു പ്രതിസന്ധി വന്ന് നിന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോൾ മനുഷ്യരിലേക്ക് തിരിയുന്നതിന് പകരം ദൈവത്തിന്റെ വചനമാകുന്ന വടിയും കയ്യിലെടുത്ത് പ്രാർത്ഥനാ മുറിയാകുന്ന മലമുകളിലേക്ക് പോയാൽ നിനക്കൊരു മറുപടി ഉണ്ടാവും, ഒരു പരിഹാരം ഉണ്ടാവും, നിനക്കൊരു വഴി തുറക്കപ്പെടും. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയ. നിന്റെ പ്രേയർ റൂമാകുന്ന മലമുകളിലേക്ക് വചനമാകുന്ന വടിയുമെടുത്ത് നീ പോയാൽ നിനക്ക് ഒരു പരിഹാരം ഉണ്ടാവും. അപ്പൊ മോശ പറയുകയാണ്, ഞാൻ നാളെ ദൈവത്തിന്റെ വടി കയ്യിലെടുത്ത് മലമുകളിൽ നിൽക്കും. വാക്യം 10. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു. അപ്പൊ ജോഷുവ, മോശ എവിടാ നിൽക്കുന്നത്? മലമുകളിൽ, പ്രേയർ റൂമിൽ. ജോഷുവായോ? യുദ്ധക്കളത്തിൽ. അമ്മ പ്രാർത്ഥനാ മുറിയിൽ, മകൻ ലോകത്തിന്റെ യുദ്ധക്കളത്തിൽ. അപ്പൻ പ്രാർത്ഥനാ മുറിയിൽ, മക്കൾ ലോകത്തിന്റെ രണാങ്കണത്തിൽ. മനസ്സിലായോ? മക്കള് വിദേശ രാജ്യങ്ങളിൽ, മക്കള് ജോലി സ്ഥലത്ത്, മക്കള് കടലില്, ജീവിത പങ്കാളി കടലില്, ജോലി സ്ഥലത്ത്. പ്രിയപ്പെട്ടവരെവിടെ? പ്രാർത്ഥനാ മുറിയിൽ. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം വരിഞ്ഞുകെട്ടി സംരക്ഷിക്കേണ്ടത് പ്രാർത്ഥനാ മുറികളുടെ സംരക്ഷണ ഭിത്തിക്കകത്ത് നിന്നുകൊണ്ടാണ്. മനസ്സിലാവും? നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ വരിഞ്ഞുകെട്ടി പൊതിഞ്ഞ് സംരക്ഷിക്കേണ്ടത് പ്രയർ റൂമുകളിലാണ്. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഈശോ പറഞ്ഞു ശിമയോൻ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, പക്ഷേ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സാത്താൻ നിന്നെ എടുത്ത് അമ്മാനമാടാൻ അനുവാദം ചോദിച്ചു. സാത്താൻ നിന്റെ വിശ്വാസം പരീക്ഷിക്കാൻ അനുവാദം ചോദിച്ചു. സാത്താൻ നിന്നെ പ്രലോഭനത്തിന്റെ ചൂണ്ടയിട്ട് കൊളുത്തിയെടുക്കാൻ അനുവാദം ചോദിച്ചു. സാത്താൻ നിന്നെ പരീക്ഷിക്കാൻ ഞാൻ അനുവാദം കൊടുത്തു. ശിമയോൻ, അനുവാദം കൊടുത്തു. പക്ഷേ നീ തോറ്റുപോകാതിരിക്കാൻ, നീ വീണു പോകാതിരിക്കാൻ, നീ ക്ഷയിച്ചു പോകാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തലമുറകൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് ഇതിനേക്കാൾ ശക്തിയുള്ള ഒരു ഉറപ്പുണ്ടോ? മക്കൾക്ക് കൊടുക്കാൻ ഇതിനേക്കാൾ, മക്കളെ നിങ്ങൾ പൊക്കോ, നീ പൊക്കോ, ഈ പരീക്ഷയ്ക്ക് നീ പൊക്കോ, ഈ രാജ്യത്തേക്ക് നീ പൊക്കോ, ഈ ജീവിതത്തിലേക്ക് നീ പൊക്കോ, ഈ കുടുംബ ജീവിതം നീ ആരംഭിച്ചോ. അമ്മ അപ്പൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു, രാത്രിയുടെ യാമങ്ങളിൽ നീ ഉണർന്നെഴുന്നേൽക്കണം. നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ പ്രാണന് വേണ്ടി നീ ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തണം. നീ ഉറങ്ങരുത്, നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്.
നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ പ്രാണന് വേണ്ടി നീ കണ്ണുകൾ ഉണർത്തി വെച്ച് നീ ഉറങ്ങാതിരുന്ന് കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മോശ പറഞ്ഞു, ഞാൻ മലമുകളിൽ നിൽക്കാം, നീ യുദ്ധക്കളത്തിൽ. വായിക്കാം. മോശ പറഞ്ഞതനുസരിച്ച് ജോഷുവ അമലേക്കരുമായി യുദ്ധം ചെയ്തു. മോശ, അഹറോൻ, ഹൂർ എന്നിവർ മലമുകളിൽ കയറി നിന്നു. മോശ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടേയിരുന്നു. എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയുടെ കരം ആർക്കെങ്കിലും വേണ്ടി ഉയരുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോകില്ല. എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയുടെ കരം ആർക്കെങ്കിലും വേണ്ടി ഉയരുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിൽ ഒരിക്കലും തോറ്റുപോകത്തില്ല. പ്രാർത്ഥിക്കാതിരുന്നിട്ട് പരാജയങ്ങളെ കണ്ട് വിഷമിക്കരുത്. പ്രാർത്ഥിക്കാതിരുന്നിട്ട് മക്കൾ തോറ്റുപോകുന്നത് കണ്ട് വിഷമിക്കരുത്. പ്രാർത്ഥിക്കാതിരുന്നിട്ട് പ്രിയപ്പെട്ടവർ നശിച്ചു പോകുന്നത് കണ്ട് വിഷമിക്കും. പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഏത് തകർന്നവനെയും നോക്കി നിങ്ങൾക്ക് പറയാം, നിന്നെ ഞാൻ പിശാചിന് വിട്ടുകൊടുക്കില്ല, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ദൈവത്തിൻ്റെ മുറിയിൽ, ഓഫീസിൽ, ദൈവത്തിൻ്റെ കോടതിയിൽ, ദൈവത്തിൻ്റെ മുറിയിൽ നീ എഴുതിക്കൊടുത്ത മെമ്മോറാണ്ടങ്ങൾക്ക് കാലങ്ങളെ അതിജീവിക്കുന്ന വിലയുണ്ടാവും. ദൈവസന്നിധിയിൽ വെച്ചതിന് നിവേദനങ്ങൾ, അപേക്ഷകൾ, അതിന് വിലയുണ്ടാവും. അപ്പോൾ മോശ പറഞ്ഞു, മോശ ഇങ്ങനെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നപ്പോഴെല്ലാം ഇസ്രായേൽ വിജയിച്ചുകൊണ്ടേയിരുന്നു. കരങ്ങൾ താഴ്ത്തിയപ്പോൾ അമലേക്യർക്കായിരുന്നു വിജയം. ശ്രദ്ധിക്കുക, അതായത് മാനുഷിക ലോകത്ത് ഒരു പ്രവൃത്തി നടക്കുമ്പോൾ ആത്മീയ ലോകത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. മാനുഷിക ലോകത്ത് മോശ ചെയ്യുന്നത് എന്താണ്? ഒന്ന്, വചനത്തിൻ്റെ വടി കയ്യിലെടുത്തിട്ടുണ്ട്. ഒന്ന്, വിശ്വാസം, ദൈവത്തിലുള്ളൊരു വിശ്വാസമുണ്ട്. ഒന്ന്, അത് ഈ മാനുഷിക ലോകത്തിൽ മോശ ദൈവത്തിലുള്ളൊരു വിശ്വാസമുണ്ട്. ഒന്ന്. രണ്ട്, മോശ തൻ്റെ കരം ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോശ ശരീരത്തിൽ, ശ്രദ്ധിക്കുക, ശരീരത്തിൽ വേദന സഹിച്ച് പ്രാർത്ഥിച്ചു. കരമുയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ മോശ ശരീരത്തിൽ പെയിൻ എടുത്ത് പ്രാർത്ഥിച്ചു, ശരീരത്തിൽ വേദന സഹിച്ച് പ്രാർത്ഥിച്ചു. ശരീരത്തിൽ വേദന സഹിച്ച ഒരാൾ കരമുയർത്തി നിന്നപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, താഴെ ജോഷുവ അമലേക്കരെ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടേയിരുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ജോഷുവയുടെ കരങ്ങളല്ല. കാരണം കരം താഴ്ത്തിയപ്പോൾ ജോഷുവയുടെ ശക്തി ക്ഷയിച്ചു. കരം ഉയർത്തിയപ്പോൾ ജോഷുവ ശത്രുക്കളുടെ മേൽ വിജയം നേടിക്കൊണ്ടിരുന്നു. ഇസ്രായേൽ ജയിച്ചുകൊണ്ടിരുന്നു. ഇപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഒരാള് തൻ്റെ ശരീരത്തിൽ വേദന സഹിച്ച് ഉപവസിച്ച് പട്ടിണി ഇരുന്ന് ശരീരത്തിൽ ത്യാഗമെടുത്ത് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മലോകത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ആത്മലോകത്തിൽ സംഭവിക്കുന്നത്, മാലാഖമാര് കൂട്ടം കൂട്ടമായി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. അവർ ഈ താഴ്വാരത്തിലേക്ക്, ജോഷുവ യുദ്ധം ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നു. ജോഷുവ കരമുയർത്തുന്നതിന് മുമ്പ് മാലാഖമാരുടെ വാളുകൾ ഉയരുന്നു. ശത്രുക്കൾ ഒന്നൊന്നായി മരിച്ചു വീഴുന്നു. ശ്രദ്ധിക്കണം, മോശയുടെ കരം താണ സമയത്ത് മാലാഖമാര് പിൻവലിയുന്നു. മാലാഖമാരുടെ സാന്നിധ്യം ഇല്ലാതാവുന്നു. ആത്മലോകത്തിന്റെ സഹായം ഇല്ലാതാവുന്നു. സ്വർഗത്തിന്റെ ഹെൽപ്പ് കിട്ടാതാവുന്നു. അപ്പോൾ ശത്രുക്കളുടെ മുന്നേറ്റം നടത്തുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരാള് ശരീരത്തിൽ സഹിക്കുമ്പോൾ ആത്മമണ്ഡലങ്ങളിൽ നിന്നുള്ള സഹായം ആ വ്യക്തിക്ക് വേണ്ടി തുറക്കപ്പെടും. പറഞ്ഞ ഹല്ലേലൂയ. ഇതാണ് ഉപവാസത്തിന്റെ വില. ഇതാണ് ഉപവസിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇതാർക്കറിയാമായിരുന്നു? യഹോശാഫാത്തിന് അറിയാമായിരുന്നു. എടുക്ക് 2 ദിനവൃത്താന്തം 20. 2 ദിനവൃത്താന്തം 20 വാക്യം 3 വായിക്കാം. അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദയായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കേൾക്കുന്നുണ്ടോ?
അവൻ ഭയന്ന്, ഒന്ന്, അവൻ കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിച്ചു. രണ്ട്, അവൻ യൂദയായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്ത വാക്യം, കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തിൽ പെട്ടെന്ന് ദൈവപ്രവൃത്തികൾ നടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന് പകരം ഒരു കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ ദൈവശക്തി വെളിപ്പെടും. അതുകൊണ്ടാണ് രാജാവ് എന്ത് ചെയ്തു? രാജാവിന് വേണമെങ്കിൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ പ്രവാചകന്മാരെയും പ്രാർത്ഥിക്കുന്നവരെയൊക്കെ വിളിച്ച് അവരെ കൊണ്ട് മാത്രം പ്രാർത്ഥിപ്പിക്കാം. എന്നാൽ രാജാവ് ചെയ്തത് യൂദാ നിവാസികളെ മുഴുവൻ വിളിച്ചു കൂട്ടി. കർത്താവിലേക്ക് തിരിയാൻ അവർ കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടി. ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു വീട്ടിൽ കുടുംബനാഥനും അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ, ഇപ്പം എന്നോട് ആരെങ്കിലും ഒരു പ്രയാസം പറയുകയാണെങ്കിൽ, ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു കാര്യം, അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നിങ്ങൾ പല സ്ഥലത്താണെങ്കിൽ കുടുംബത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് കാണല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുക, ഈ അടുത്ത ഒരു മാസത്തേക്ക് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കുറച്ച് കുരിശിൻ്റെ വഴി, കുറച്ച് കരുണക്കൊന്ത, എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു സമയം ഫിക്സ് ചെയ്ത് പല സ്ഥലത്താണെങ്കിലും ഒരുമിച്ച് ചൊല്ലുക. എന്നിട്ട് ആ ഗ്രൂപ്പിൽ എന്തോരം പ്രാർത്ഥിച്ചെന്നിടുക. അങ്ങനെ ഒരുപാട് മനുഷ്യർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുമിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു സ്ഥലത്തല്ലെങ്കിൽ പോലും പല സ്ഥലത്താണെങ്കിൽ പോലും ഒരുമിച്ച് ഒരു പ്രാർത്ഥന ഏറ്റെടുക്കുന്ന സമയത്ത് വലിയ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. കുടുംബനാഥന്മാർ കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോവരുത്. വീട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വീടാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ പ്രവൃത്തികൾ പെട്ടെന്ന് നടക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതെന്തുകൊണ്ടെന്നറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് പറഞ്ഞുതരാം കേട്ടോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പം ഇപ്പം ഞങ്ങൾ സുവിശേഷം ഇങ്ങനെ ദൈവവചനം പഠിപ്പിക്കുകയും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, ഇപ്പം ഞങ്ങളുടെ കാര്യം പറഞ്ഞാൽ, ഞങ്ങൾ ഇങ്ങനെ മിക്കവാറും എല്ലാ ദിവസവും സുവിശേഷം പറയാൻ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് പോവും. അപ്പോൾ പോകുമ്പോൾ പല സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഏറ്റവും സുവിശേഷം പറയാൻ എളുപ്പമുള്ളത് എവിടാണെന്നറിയാം? ഏറ്റവും സുവിശേഷം പറയാൻ എളുപ്പമുള്ളത് മൗണ്ട് കാർമലിലാണ് എനിക്ക്. കാരണം അവിടെ എപ്പോഴും പ്രാർത്ഥന നടക്കുന്നുണ്ട്, വളരെ എളുപ്പമാണ്. കയറി നിന്നാൽ മതി, ആത്മാവ് വചനം തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തും പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ പ്രയാസമില്ലാതെ വചനം കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ കിടന്ന് പെടാപ്പാട് വിടും. എനിക്കതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം, പ്രാർത്ഥിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തും പ്രാർത്ഥിക്കായിട്ടിരിക്കുന്ന സ്ഥലത്തും ദൈവപ്രവർത്തികൾ നടക്കുന്നതിൽ വ്യത്യാസമുണ്ട്. വീട്ടിൽ പ്രാർത്ഥിക്കത്തില്ലെങ്കിൽ, ഇപ്പം എപ്പോഴും ടി വി ഇങ്ങനെ ഓൺ ചെയ്ത് 24 മണിക്കൂർ സിനിമാ തിയേറ്ററിൽ എന്ന പോലെ ഇങ്ങനെ കിടക്കുന്നൊരു വീട്ടിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കുറവായിരിക്കും. ടി വി കാണണ്ടെന്നല്ല, ടി വി കാണണം. ടി വി നല്ല കാര്യമാണ്, കണ്ടോ, കുഴപ്പമൊന്നുമില്ല. 24 മണിക്കൂറും ടി വി ഓൺ ചെയ്തിട്ടിരിക്കുന്നത് കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. അത് അവസാനിപ്പിക്കണം. 24 മണിക്കൂർ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആത്മീയ രോഗമാണ്. അത് നിങ്ങളെ വളർത്തത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാമോ? വീട്ടിലൊക്കെ ദൈവവചനം ഇടണം, പ്രാർത്ഥന ഇടണം, വചനം കേൾക്കണം, ആത്മീയ കാര്യങ്ങൾ കേൾക്കണം, പ്രാർത്ഥിക്കാൻ സമയം വേണം. സന്ധ്യയായി കഴിഞ്ഞാൽ കുടുംബാംഗങ്ങൾ ദൈവത്തിലേക്ക് പൂർണ്ണമായും തിരിയാനുള്ള സമയമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് അവിടെ കർത്താവിലേക്ക് തിരിയുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ ശക്തി അവിടെ വെളിപ്പെടും. അപ്പം അതുകൊണ്ട് ഒരിക്കലും മറന്നു പോകരുത്, അപ്പനും അമ്മയും മക്കളും, ചേട്ടന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം മക്കളെ. അതായത് ജീവിതം ഇങ്ങനെ കൈവിട്ട് പോയിട്ട് എല്ലാം നശിച്ചിട്ട് പിന്നെ എല്ലാം ശരിയാക്കി എടുക്കാൻ ദൈവത്തിലേക്ക് തിരിയാന്ന് പറയുമ്പോൾ
ദൈവം ശരിയാക്കി തരും ദൈവത്തിലേക്ക് തിരിയുമ്പോൾ. പക്ഷേ ഒരുപാട് സമയം പോവും. അതുകൊണ്ട് സഭാപ്രസംഗൻ 12:1 പറയും, സഭാപ്രസംഗൻ 12:1, ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കും മുമ്പ് യൗവനത്തിലേ നിന്റെ സൃഷ്ടാവിനെ അറിയണം. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും കടന്നു വരുന്നതിന് മുമ്പ് യൗവനത്തിലേ നിന്റെ സൃഷ്ടാവിനെ അറിയണം. ചെറുപ്പക്കാർ ശ്രദ്ധിക്കണം. അതായത് ഈ ദൈവവചനമൊക്കെ കേൾക്കാൻ ചെറുപ്പത്തിലേ ഒരു ഹൃദയം തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ആഗ്രഹമൊന്നും ഉണ്ടാവുന്നില്ല, ഈശോയോട് പറയണം, എനിക്ക് കർത്താവേ വചനം കേൾക്കാൻ ഇത്രയും ആളുകൾ വന്നിരിക്കും. ഇതിനകത്ത് ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. എന്നാൽ ഒരുപാട് ചെറുപ്പക്കാർ വചനം കേൾക്കാതെ നടപ്പുണ്ട്. വഴിയിലൊക്കെ വരുമ്പോൾ കാണാം, അതിലേതിലൊക്കെ നടക്കുന്ന കാണാം. അപ്പോൾ ഒരു ദാഹം ഇപ്പോൾ ഉണ്ടായാൽ എന്താ ഗുണമെന്നറിയാമോ? ദൈവത്തിൻ്റെ ഒരു ആശീർവാദം കിട്ടും, വർഷങ്ങളുടെ അനുഗ്രഹം കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം കൂടെ ഒരിക്കൽ ദൈവ അനുഗ്രഹത്തിൻ്റെ ഒരു കാലം ഈ നിക്ഷേപത്തിൽ നിന്ന് പെട്ടെന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് കുടുംബത്തിൽ പ്രാർത്ഥന മുടക്കിയിട്ട് ഒരു കാര്യത്തിനും പോകരുത്. വൈകുന്നേരം ആകുമ്പോൾ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ വായിച്ചേ, അവൻ എന്ത് ചെയ്തു? ദൈവത്തിലേക്ക് തിരിയാൻ യൂദാ നിവാസികളെല്ലാം ഒരുമിച്ച് കൂട്ടി. വായിച്ചേത്? അപ്പം അവൻ യൂദാ നിവാസികളെ ഒരുമിച്ച് കൂട്ടി. അടുത്ത വാക്യം, കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാ നിവാസികൾ ഒരുമിച്ച് കൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും വന്നു. അടുത്ത വാക്യം, ദേവാലയത്തിന് മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂദാ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോശാഫാത്ത് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കുക, യഹോശാഫാത്തിൻ്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഞാൻ 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഇത് പറയും. യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥന, അതിനകത്ത് ഒരു 5-6 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. യഹോശാഫാത്തിൻ്റെ പ്രാർത്ഥന, ഈ പ്രാർത്ഥനയ്ക്കകത്ത് നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. യഹോശാഫാത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു. വാക്യം 6, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ, ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്, അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും? 1, യഹോശാഫാത്ത് പറഞ്ഞു, ദൈവമേ, ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. യഹോശാഫാത്ത് പറഞ്ഞു, ഞങ്ങളുടെ ദൈവം സർവശക്തനാണ്. അപ്പൊ യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയിലെ നമ്പർ 1, ദൈവത്തിൻ്റെ ശക്തി. നമ്മൾ ആരാധിക്കുന്നത് സർവശക്തനായ ദൈവത്തെയാണ്. ഇതാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉറപ്പിക്കേണ്ടത്. എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ ദൈവം ഈ ലോകത്തുള്ള എല്ലാ ശക്തികൾക്കും മുകളിലാണ്. എൻ്റെ ദൈവത്തിൻ്റെ ശക്തി പിശാചിൻ്റെ ശക്തിക്ക് മുകളിലാണ്, ദേവന്മാരുടെ ശക്തിക്ക് മുകളിലാണ്. ദേവന്മാരുടെ ദേവനും നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമായ ദൈവത്തിൻ്റെ ശക്തി. അപ്പോ യഹോശാഫാത്ത് പറയുകയാണ്, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ, ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്, എല്ലാം അങ്ങയുടെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്ത് പ്രശ്നത്തിലാണ് കിടക്കുന്നതെങ്കിലും ദൈവ വൈതലേ രാത്രി തിരിച്ചറിയുക, എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാണ്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വെളിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഒറ്റ കാര്യം ദൈവമക്കൾ അംഗീകരിക്കണം, എല്ലാം സർവശക്ത, നീയാണ് ഭരിക്കുന്നത്, നീയാണ് നിയന്ത്രിക്കുന്നത്, നീയാണ് സർവശക്തൻ. നിന്റെ കണ്ണ് വെട്ടിച്ച് ഈ ഭൂമിയിൽ ഒന്നും നടക്കത്തില്ല. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്, അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ ഒന്നാമത്തേത് ദൈവത്തിൻ്റെ ശക്തി. ദൈവത്തിൻ്റെ ശക്തി. രണ്ടാമത്തേത്, അടുത്ത വാക്യം, ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതികൾക്ക് ഒരു ശാശ്വതാവകാശമായി നൽകുകയും ചെയ്തില്ലേ. ഇത് ഇംഗ്ലീഷിൽ നല്ല മനോഹരമായിട്ടാണ് ഈ സെൻറ്റൻസുകൾ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ സെൻറ്റൻസ് തുടങ്ങുന്നത് ആർ യു നോട്ട്.
ആർ യു നോട്ട്? ദൈവമേ നീ അല്ലേ? എന്തല്ലേ? സർവശക്തനല്ലേ? ആർ യു നോട്ട്? രണ്ടാമത്തെ സെന്റൻസ് തുടങ്ങുന്നത് ഡിഡ് യു നോട്ട്? നീ ചെയ്തില്ലേ? കേൾക്കുന്നുണ്ടോ? മടുത്തോ? ഒന്നാമതായിട്ട് അദ്ദേഹം പറയുകയാണ്, ദൈവമേ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. ദൈവം സിംഹാസനത്തിലിരിക്കുന്നു, എല്ലാം അവിടുത്തെ ഭരണത്തിൻ്റെ കീഴിലാണ്. നീ അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നീ സർവശക്തനല്ലേ? പിന്നെ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ദാവീദ് പറയുന്നു, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എന്താ കാര്യം? ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഞാൻ ഉണരുന്നതും എഴുന്നേൽക്കുന്നതും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. അതാണ് പറയുന്നത്, നീ സർവശക്തനല്ലേ? ആർ യു നോട്ട്? രണ്ടാമത്തേത് ഡിഡ് യു നോട്ട്? രണ്ടാമത്തെ എന്തെന്നറിയാമോ? ശ്രദ്ധിക്ക്, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമകൻ്റെയും ദൈവമകളുടെയും ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു മനുഷ്യനും സ്വപ്നം കാണാൻ പറ്റാത്ത, സങ്കല്പിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്തിട്ടില്ലേ? ഇല്ലേ? ഉണ്ടോ? അതായത് കഴിഞ്ഞകാല ജീവിതം തിരിഞ്ഞു നോക്കിയാൽ കരഞ്ഞുകൊണ്ട് മാത്രം അത് ഓർക്കാൻ പറ്റുന്ന വിധത്തിൽ അത്ഭുതകരമായ വഴികളിലൂടെ ദൈവം നടത്തിയിട്ടുണ്ട്. രണ്ടാമത് യഹോശാഫാത്ത് പറയാണ്, നീ ഞങ്ങളുടെ പൂർവികർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ? ശ്രദ്ധിക്കണേ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, നമുക്ക് ധൈര്യം കിട്ടുന്ന എപ്പോഴാണെന്നറിയാമോ? ഒരു പ്രതിസന്ധിയിൽ നമ്മൾ തളരാതെ തോൽക്കാതെ ദൈവത്തിൻ്റെ കരം പിടിച്ച് പുറത്തു വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒന്ന്, ഒരു ഉറപ്പുണ്ട്, ദൈവമേ നീ സർവശക്തനാണ്. രണ്ടാമതായിട്ട്, ഇതിനേക്കാള് മോശപ്പെട്ട, ഇതിനേക്കാള് സങ്കടം നിറഞ്ഞ, ഇതിനേക്കാള് ഭയപ്പെടുത്തിയ അനുഭവങ്ങളുടെ മുമ്പിൽ ഞങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും പൂർവികരും പതറിയും പകച്ചു നിന്നപ്പോ ഞങ്ങളെ നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്ത് സഹായിച്ചിട്ടില്ലേ? മനസ്സിലാവുന്ന? അത് പറയുമ്പോ എന്താ കിട്ടാൻ പോണേ? വിശ്വാസം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുത കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഇതിനാണ് ദൈവം ചെയ്ത നന്മകൾ ഓർത്തോർത്തോർത്ത് നന്ദി പറയുന്ന ഒരാൾക്ക് വലിയ വിശ്വാസം ഉണ്ടാവും. വിശ്വാസം വളരണോ? എന്താ വഴിയെന്നറിയാമോ? കർത്താവ് നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്ത 10 കാര്യങ്ങൾ എടുത്തിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. അതായത് നമുക്ക് എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറന്നുപോയി. നമ്മൾ ഈ നന്ദി കെട്ടവരായിട്ട് മാറിയത് എന്തുകൊണ്ടാ? നമ്മൾ അഹങ്കാരികളായിട്ട് മാറിയത് എന്തുകൊണ്ടാ? ഒരു വഴിയില്ലാതെ അർദ്ധപ്രാണനായും അത്താഴപ്പട്ടിണിക്കാരനായും നിന്ന സമയത്ത് നല്ല ദൈവം കരം പിടിച്ച് നയിച്ചതെല്ലാം നല്ല കാലം എത്തിയപ്പോൾ മറന്നുപോയി. നിയമാവർത്തനം 6 പറയുന്നുണ്ട്, നീ കുഴിക്കാത്ത കിണറും നീ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടവും നീ നട്ടുപിടിപ്പിക്കാത്ത വൃക്ഷങ്ങളും അതിൻ്റെ ഫലവും നീ പണിയാത്ത വീടുകളും അതിനകത്തെ സുഖവും എല്ലാം അനുഭവിച്ചു കഴിയുമ്പോൾ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവത്തെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചോണം. നല്ല കാലങ്ങൾ ഉണ്ടാവുമ്പോ കെട്ടകാലങ്ങളിൽ കൈപിടിച്ച ദൈവത്തെ മറക്കാതിരിക്കാനാണ് യഹോശാഫാത്ത് പറയുന്നത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ നീ അന്യനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ ദേശത്തുള്ള ജനതകളെ തുരത്തി ഈ നാട് ഞങ്ങൾക്ക് അവകാശമായി തന്നില്ലേ? ഡിഡ് യു നോട്ട്? മൂന്നാമത്തേത് വാക്യം 8 വായിക്കാം. അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരാലയം പണിയുകയും ചെയ്തു. അവർ പറഞ്ഞു, യുദ്ധം, ഈതി ബാധ എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധി, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുമ്പിൽ അങ്ങയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. അപ്പൊ ശ്രദ്ധിച്ച്, 1 ദൈവത്തിൻ്റെ ശക്തി, 2 ദൈവം ചെയ്ത പ്രവൃത്തി,
ഒന്ന് ദൈവത്തിൻ്റെ ശക്തി, രണ്ട് ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പ്രവൃത്തി. അപ്പോൾ ഒന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി, രണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി, മൂന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം. മൂന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനം. പറയുകയാണ് കർത്താവേ ഞങ്ങളുടെ, കേൾക്കുന്നുണ്ടോ? പറയുകയാണ് കർത്താവേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ നീ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ നാട്ടിൽ കൊണ്ടുവന്ന് ദേവാലയം പണിഞ്ഞ സമയത്ത് നീ അവരോട് പറഞ്ഞില്ലേ? എന്താ? യുദ്ധം, ഈതിബാധ, മഹാമാരി തുടങ്ങിയവയാൽ നിങ്ങൾ വലഞ്ഞാൽ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ അവരെ നിശ്ചയമായും സഹായിക്കുമെന്ന് നീ പറഞ്ഞിട്ടില്ലേ? വാഗ്ദാനങ്ങൾ മനസ്സിലാകണമെങ്കിൽ വേദപുസ്തകം വായിക്കണം ചേച്ചി. വേദപുസ്തകം, ബൈബിളിനകത്ത് 8500 ദൈവമക്കൾക്ക് നൽകപ്പെട്ട വാഗ്ദാനം. 8500 വാഗ്ദാനം. 8500 ഒന്നും വേണ്ട ചേട്ടാ, 10 മതി നീ രക്ഷപ്പെടാൻ. 10 നീ വിശ്വസിച്ചാൽ മതി, നീ മറ്റാരെക്കാളും വലിയവനാവും. പറഞ്ഞേ ഹല്ലേലൂയ. 8500 ഒന്നും വേണ്ട. വാഗ്ദാനം, ദൈവം ചെയ്ത വാഗ്ദാനം. മനസ്സിലായോ? ഇത് യെഹോശാഫാത്തിന് പറയാൻ പറ്റിയത് എന്തുകൊണ്ടാ? അവൻ വചനം വായിച്ച് അവനെ അറിയാമായിരുന്നു. അത് ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ തടുക്കാനും അതിനെ എതിർക്കാനും അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുമുള്ള ഒരു വചനശക്തി ഈ എഴുതപ്പെട്ട പുസ്തകത്തിനകത്തുണ്ട്. വായിച്ച് പഠിച്ച് ഹൃദയത്തിൽ വെച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നാളെ ഒരു കാലത്ത് വചനവിരോധികൾ വന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ തട്ടിയെടുത്ത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ എടുത്ത് കത്തിച്ച് കളഞ്ഞാലും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്തതുപോലെ ഹൃദയത്തിനകത്ത് ബൈബിൾ വെച്ചോണം. ഹൃദയത്തിനകത്ത്, ചങ്കിനകത്ത് എഴുതി വെച്ച വചനം കവർന്നെടുക്കാൻ ഒരു ശത്രുവിനും കഴിവില്ല. അതിന് പോകുന്ന ഒരുത്തൻ പിറന്നിട്ടില്ല. മനസ്സിലായോ? അതിന് പോകുന്ന ഒരുത്തൻ പിറന്നിട്ടില്ല. ചങ്കിനകത്ത് കയ്യിലിരിക്കുന്ന പുസ്തകം വാങ്ങിച്ച് നിനക്ക് കത്തിക്കാം, എൻ്റെ ചങ്കിനകത്തെ വചനം നിനക്ക് തൊടാൻ പറ്റില്ല. തൊടാൻ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് വചനം വായിച്ച് ഹൃദയസ്ഥമാക്കണം. ദൈവവചനം വായിച്ച് 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 വചനം. അപ്പം അതുകൊണ്ട് പറയുകയാണ്, അയൽവക്കത്തുള്ളവൻ പറയുകയാണ്, എന്താ പറയുന്നത്? നിന്നെ ഞാൻ വാഴാൻ അനുവദിക്കത്തില്ലടി. നിന്റെ മക്കളും നീ ജീവിക്കുന്ന നിങ്ങൾ നശിക്കാൻ നിങ്ങളെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഉടനെ എന്ത് വരണം? വാഗ്ദാനം വരണം. എന്താ പറയുന്നത്? എന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. എനിക്കെതിരെ വെതി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും. മനസ്സിലായോ? വചനം കിടപ്പുണ്ട്. പറയാണ്, നിന്നെ ഞാൻ മന്ത്രവാദം ചെയ്ത് നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ ദൈവം അവിടെ യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രം ഫലിക്കുകയില്ല. മനസ്സിലായോ? അതായത് ഏത് പിശാചിൻ്റെ കെണിയെയും വെട്ടാനുള്ള വചനം എഴുതപ്പെട്ട പുസ്തകത്തിൽ എഴുതി ദൈവം തന്നിട്ടുണ്ട്. അത് പഠിക്കണം. ഒരു വചനം വിട്ടാൽ, ഇവിടുന്ന് അങ്ങോട്ട് ഒരു വചനം അയച്ചാൽ ആ വചനം ഏത് ശത്രുവിൻ്റെ ഉപദ്രവത്തെയും നശിപ്പിക്കും. മനസ്സിലായോ? അതായത് വചനം പറയുന്നത് ദൈവത്തിൻ്റെ വചനം പരാജയപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പരാജയപ്പെട്ട ഒരു കേസ് പോലും ഇല്ല. ഉദാഹരണം, ഏറ്റവും നല്ല ഉദാഹരണം, ചരിത്രത്തിലെ ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ദൈവത്തിൻ്റെ വചനം ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. AD 1, 2, 3, 4 നൂറ്റാണ്ടുകളിൽ ശുദ്ധമാന സഭയെ നശിപ്പിക്കാൻ വേണ്ടി ദൈവവചനം പ്രഘോഷിക്കാൻ ഇറങ്ങിയ അപ്പസ്തോലന്മാരെയും പിതാക്കന്മാരെയും സുവിശേഷകന്മാരെയും അലറി ആർത്ത് വരുന്ന സിംഹങ്ങളുടെ വായിലേക്ക് എറിഞ്ഞു കൊടുത്തു. വത്തിക്കാൻ്റെ വധക്കുന്നുകളിൽ വഴിവിളക്കുകളായി കത്തിച്ചു നിർത്തിയും റോമിലെ ആംഫി തിയേറ്ററുകളിലും കൊളോസിയങ്ങളിലും വന്യമൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തും പശുവിൻ്റെയും കാളയുടെയും കാലിലും വാലിലും കെട്ടി തെരുവുകളിൽ വലിച്ചിഴച്ചും വിശുദ്ധ മർക്കോസിനെ പോലെയുള്ളവരെ അലക്സാണ്ട്രിയയുടെ തെരുവീഥികളിൽ കുതിരവാലിൽ കെട്ടി തെരുവ് മുഴുവൻ വലിച്ചിഴച്ച് അൺസ്കിൻ ചെയ്ത് കൊന്നൊടുക്കിയിട്ടും തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തിട്ടും തൊലി മുഴുവൻ ഉരിച്ച് തീക്കാത്തിട്ട് ചുട്ടിട്ടും ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ അവർ നിർബാധം തോറ്റുപോകാത്ത, പരാജയപ്പെടാത്ത ദൈവത്തിൻ്റെ വചനം റോമിലും പരിസര പ്രദേശങ്ങളിലും പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. എന്ത് സംഭവിച്ചു? 4-ാം നൂറ്റാണ്ടെത്തുമ്പോഴേക്കും വചനം പ്രസംഗിച്ച സുവിശേഷകന്റെ ചോര വീണ മണ്ണിൽ ദൈവവചനത്തിൻ്റെ
അവകാശം ദൈവം കൊടുത്ത തിരുസഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പയുടെ സിംഹാസനമിട്ട് ദൈവമായ കർത്താവ് സുവിശേഷകന്റെ ചോര വീണ സ്ഥലം സുവിശേഷകന് അവകാശമായിട്ട് കൊടുത്തു. ദൈവത്തിന്റെ വചനം പരാജയപ്പെടത്തില്ല. മനസ്സിലായോ? ആദ്യത്തെ 4 നൂറ്റാണ്ടുകളിൽ കിരാതന്മാരായ നരാധവന്മാരായ ചക്രവർത്തിമാര് കൊന്നൊടുക്കാൻ ശ്രമിച്ച റോമിലാണ് ഇന്ന് കർത്താവിൻ്റെ സഭയുടെ ആസ്ഥാനം. കർത്താവിൻ്റെ വചനം പരാജയപ്പെട്ടിട്ടില്ല, പരാജയപ്പെടത്തില്ല. മനസ്സിലായോ? അധികാരത്തിനോ അംഗബലത്തിനോ കായിക ബലത്തിനോ സാമ്പത്തിക ശക്തികൾക്കോ രാഷ്ട്രീയ ബലത്തിനോ ശത്രുദോഷങ്ങൾക്കോ വചനത്തെ നശിപ്പിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് നല്ല ഉറപ്പോടെ ദൈവവചനം എന്ത് ചെയ്യണം? നീ പറഞ്ഞിട്ടില്ലേ. 1 ദൈവത്തിൻ്റെ ശക്തി, 2 ദൈവത്തിൻ്റെ പ്രവൃത്തി, 3 ദൈവത്തിൻ്റെ വാഗ്ദാനം. കണ്ടോ, ഒരു പ്രാർത്ഥനയ്ക്കകത്ത് എന്തെല്ലാം കയറി വരുന്നു? ദൈവമേ നീ സർവശക്തൻ, ദൈവമേ നീ ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചില്ലേ, പണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ലേ, 3 നീ ഇങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടില്ലേ. അടുത്ത വാക്യം വായിക്കാം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായികയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമ്മോന്യർ, മൊവാബ്യർ, സെയിർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്ത് നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥ, അടുത്ത ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന വേദന. മനസ്സിലായോ? ആദ്യം കയറിപ്പോയി പ്രയാസം പറയുകയല്ല. ആദ്യം പറഞ്ഞു ദൈവമേ നീ സർവശക്തനാണ്, ദൈവമേ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങളെ നീ സഹായിച്ചിട്ടുണ്ട്, ഇതുപോലുള്ള പ്രശ്നത്തിൽ നിൻ്റെ അടുത്ത് വന്നാൽ സഹായിക്കാമെന്ന് നീ വാഗ്ദാനം തന്നിട്ടുണ്ട്. കർത്താവേ ഇതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ സങ്കടം. അടുത്തത്, അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്ത് നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു. ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. 1, ഞങ്ങൾക്ക് ശക്തിയില്ല. 2, ഞങ്ങൾക്ക് അറിവില്ല. നമുക്ക് ശക്തിയുണ്ട്, നമുക്ക് അറിവുണ്ട്, ദൈവത്തിനൊന്നും ചെയ്യാനില്ല. പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയണം, ദൈവമേ ദൈവമേ ഞങ്ങൾക്ക് അറിവുമില്ല, ഞങ്ങൾക്ക് ശക്തിയുമില്ല. ഇതിൻ്റെ പേരാണ് പ്രാർത്ഥന. ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രയാസം ഇതാണ്. കർത്താവേ, മക്കൾ ഒരു ഗതിയില്ലാതെ മക്കൾ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ദൈവമേ, വിദേശത്ത് പോയ മക്കൾ ഗതി പിടിച്ചിട്ടില്ല, പഠിപ്പിക്കാൻ വകുപ്പില്ല. ദൈവമേ, ജീവിക്കാൻ വേണ്ടി മത്സ്യബന്ധനത്തിന് വേണ്ടി ലോൺ എടുത്തിട്ട് ദൈവമേ അതിനു വേണ്ടിയുള്ള ലക്ഷങ്ങളും കോടികളും ബാധ്യതയായിട്ട് കിടക്കുന്നു. ജീവിക്കാൻ നിവൃത്തിയില്ല. അടിക്കടി രോഗപീഠകൾ വേട്ടയാടുന്നു. ദൈവമേ വലിയ പ്രയാസത്തിലാണ്. ഇത് കർത്താവിനോട്, എൻ്റെ ആവലാദികൾ കർത്താവിനോട് പറയണം. ഇനി ഇത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഇതിനെ അതിജീവിക്കാൻ എൻ്റെ ദൈവമേ എനിക്ക് കഴിവില്ല, എനിക്ക് കഴിവില്ല. ഇതിൽ നിന്നെങ്ങനെയാണ് പുറത്തു വരേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ. സഹായിക്കാതിരിക്കുവോ? സഹായിക്കാതിരിക്കുവോ? എനിക്ക് കഴിവില്ല, എനിക്കറിവില്ല. പള്ളിയിൽ പോയി ഞായറാഴ്ചയ്ക്ക് ഞായറാഴ്ചയിൽ കുർബാനയ്ക്ക് നിൽക്കുന്നത് ഇത് പറയുന്നതാ. എനിക്ക് കഴിവില്ല, എനിക്കറിവില്ല, എൻ്റെ കുടുംബത്തെ നീ നോക്കിക്കോണം. ദൈവമേ എനിക്ക് കഴിവില്ല, എനിക്കറിവില്ല, എൻ്റെ മക്കളെ നീ നോക്കിക്കോണം. എനിക്ക് കഴിവില്ല, എനിക്കറിവില്ല. യഹോശാഫ് കൊള്ളാല്ലേ? നല്ല പ്രാർത്ഥന. എന്തൊക്കെയാ പറ? ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ വാഗ്ദാനം. 4, ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. 5, ഞങ്ങൾക്ക് കഴിവില്ല, ഞങ്ങൾക്ക് അറിവില്ല. ഇനി നീ ഒന്നും ചെയ്യണ്ട, ഇനി ദൈവം ചെയ്യാൻ പോവുക. പിറ്റേ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. ഇപ്പോൾ ഒരു ചെറിയ കാറ്റടിക്കുന്നില്ലേ, അതുപോലൊരു കാറ്റ് വീശി. ഹല്ലേലൂയാ! അതുപോലൊരു കാറ്റ് വീശി. അതായത്
ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ ഇറങ്ങി വന്നു. ആ വചനം ഒന്ന് വായിച്ചേ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ആസാബ് വംശജനും ലേവ്യനുമായ അവന്റെ പേരെന്താണ്? യഹസിയേലിന്റെ മേൽ. ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. ശ്രദ്ധിക്ക്, കർത്താവ് നിന്റെ വിമോചനത്തിന് വേണ്ടി വച്ചിരിക്കുന്നവരെ ആത്മാവ് അപ്പോൾ ഉണർത്തും. സൂസന്ന കടന്ന് നിലവിളിച്ചു. ശ്രേഷ്ഠന്മാര് ദുരാരോപണങ്ങളുമായി ഇവരുടെ മേൽ വ്യഭിചാരം കെട്ടിച്ചമച്ച് ഈ പാവപ്പെട്ട ഈ പതിവ്രതയായ സ്ത്രീയെ, ഈ പെൺകുട്ടിയെ കുറ്റാരോപണം നടത്തി ഒരു ഉദ്യാനത്തിൽ വെച്ച് വ്യഭിചാര കുറ്റം അവരുടെ മേൽ വെച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവൾ കർത്താവിൻ്റെ സന്നിധിയിൽ യഹോശാഫാത്ത് കരഞ്ഞതുപോലെ കരഞ്ഞു. അങ്ങനെ കരഞ്ഞപ്പോൾ ദാനിയേൽ എന്നൊരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ ദൈവം ഉണർത്തി. ഒരു പവർ ആരുടെ മേൽ വന്നു? ദാനിയേലിന്റെ മേൽ വന്നു. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? നിന്നെ സഹായിക്കാൻ ഒരു സ്ഥലം, ഒരു സമയം, ഒരാള് ദൈവം ഒരുക്കി നിർത്തിയിട്ടുണ്ട്. നിന്റെ പ്രാർത്ഥനയാണ് അവനെ ഉണർത്തുന്നത്. മനസ്സിലായോ? ഒരുപാട് പേര് വിമോചനത്തിൻ്റെ കരം നീട്ടാൻ പറ്റാതെ കരമിങ്ങനെ കെട്ടപ്പെട്ട് കിടക്കുന്നത് നീ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ്. നിന്റെ പ്രാർത്ഥനയാണ് അവരെ ഉണർത്താൻ പോകുന്നത്. നിന്റെ പ്രയർ. മനസ്സിലായോ? ഇതിങ്ങനെ പ്രയർ റൂമിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് എങ്ങോ നിന്നൊരു ചെറുപ്പക്കാരൻ്റെ മേൽ ഒരു കാറ്റ്. മനസ്സിലായോ? നീ കാണാത്ത വഴികൾ ദൈവം അവന് കാണിച്ചു കൊടുക്കും. നീ കാണാത്ത കാര്യങ്ങൾ ദൈവം അവന് കാണിച്ചു കൊടുക്കും. അവൻ നിന്നോട് പറയും ഇതാണ് വഴി. അല്ലെങ്കിൽ ഒരാളെ ദൈവം ഒരുക്കും, ഇതാണ് വഴി. അല്ലെങ്കിൽ ഒരു സ്ഥലം ദൈവം ഒരുക്കും, ഒരു സഹായം ദൈവം ഒരുക്കും, ചില സാഹചര്യങ്ങൾ ദൈവം ഒരുക്കും. ദൈവം ഇങ്ങനെ കർത്താവ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം എല്ലാം കർത്താവ് റെഡിയാക്കി വെച്ചു, എല്ലാം കർത്താവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ ഈ തെരുവുകളിൽ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി പോകാനുള്ള ആഗ്രഹത്തിൽ ഒരിക്കൽ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് ഒരു വലിയ ലോറി തരണേ. എന്താ തരണ്ടേ? നിങ്ങളങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഒരു ലോറി തരണേന്ന് പ്രാർത്ഥിച്ചു. ലോറി തരണേന്ന് പ്രാർത്ഥിക്കാൻ കാരണം ഒറ്റ പ്രാവശ്യമേ പ്രാർത്ഥിച്ചുള്ളൂ കേട്ടോ. ഒറ്റ പ്രാവശ്യം, കൂടുതൽ സമയമൊന്നും പ്രാർത്ഥിച്ചില്ല. ഒറ്റ പ്രാവശ്യമേ പ്രാർത്ഥിച്ചുള്ളൂ. ആ പ്രാർത്ഥിച്ചത് എവിടെയെന്നറിയാം? വേളിപ്പള്ളിയുടെ മുമ്പിൽ നിന്നാണ് പ്രാർത്ഥിച്ചത്. വേളിപ്പള്ളിയുടെ മുമ്പിൽ ഞങ്ങൾ നിന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്കൂട്ടർ വിൽക്കുന്ന കമ്പനികൾ സ്കൂട്ടർ വെച്ച് ഡിസ്പ്ലേക്ക് കൊണ്ടുപോകുന്ന ഒരു ലോറി, ഇങ്ങനെ നല്ല ചെറിയ ലോറി, അത് കണ്ടപ്പോൾ മനസ്സിലൊരാഗ്രഹം വന്നു, ഇതുപോലൊരു ലോറി ഉണ്ടായിരുന്നെങ്കിൽ ആ ലോറിക്കകത്ത് മൈക്കെല്ലാം വെച്ച് കിട്ടി, അതെല്ലാം നല്ല ഇതുപോലെ ഈ സ്കൂട്ടർ കച്ചവടക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്ന പോലെ, കമ്പനികളൊക്കെ ചെയ്യുന്ന പോലെ നന്നായിട്ടെല്ലാം റെഡിയാക്കി അതിനകത്ത് കർത്താവിൻ്റെ രൂപം എല്ലാം വെച്ച് മൈക്കൊക്കെ വെച്ച് പാട്ടുകാർക്കൊക്കെ നിൽക്കാനുള്ള സ്ഥലം എല്ലാം അറേഞ്ച് ചെയ്ത്, അങ്ങനെയാണെങ്കിൽ ആരോടും ചോദിക്കണ്ടല്ലോ, ആരും വഴക്കുണ്ടാക്കത്തില്ലല്ലോ. അവിടെ നിന്നു ഇവിടെ നിന്നു എന്ന് പറഞ്ഞ് ആരും വഴക്കുണ്ടാക്കാൻ വരത്തില്ലല്ലോ. വണ്ടി റോഡ് സൈഡിൽ കൊണ്ടിടുക, പ്രസംഗിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അത് വേളിപ്പള്ളിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചോന്ന് ചോദിച്ചാൽ ആഗ്രഹിച്ചു, ദൈവമേ ഇതുപോലെ ലോറി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പോയി സുവിശേഷം പ്രസംഗിക്കായിരുന്നു. ഒരു മാസം കഴിഞ്ഞിട്ടുണ്ടാവില്ല, അത്രയും പോലും കഴിഞ്ഞിട്ടുണ്ടാവില്ല, ലോറി വാങ്ങാനുള്ള പണം ദൈവം കയ്യിലെത്തിച്ച് തന്നു. ആരോടും പറഞ്ഞില്ല കേട്ടോ, ആരോടും പറഞ്ഞില്ല ഇത് വാങ്ങിക്കണം സഹായിക്കണം, ആരോടും പറഞ്ഞില്ല. പക്ഷേ ഒരു ലോറി വാങ്ങാൻ എത്ര രൂപ വേണോ അത്രയും പണം ദൈവം തമ്പുരാൻ തന്നു. അപ്പോൾ ലോറി വാങ്ങി. ഇനി അടുത്ത പ്രശ്നം എന്താ? ഇനി ഇത് ആരാ ഇത് പണിയുന്നേ? ഇത് പണിയുന്ന ആരാ? മനസ്സിലായോ? ഈ ലോറി വലിയ കണ്ടെയ്നർ ലോറിയുടെ ബോഡി പണിയുന്ന ഒരു സ്ഥലമുണ്ട് കേരളത്തിൽ. എന്ന് പറഞ്ഞാൽ നിസാര ലോറിയല്ല,
വലിയ നീളമുള്ള കണ്ടെയ്നർ ലോറികൾ കണ്ടിട്ടുണ്ടോ? വലിയ ലോറി. അതിൻ്റെ ബോഡി പണിയുന്ന ഒരു സ്ഥലം കേരളത്തിലുണ്ട്, ഒരു സ്ഥലം. അങ്ങനെ പണിയണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാവും. ഞാനീ പറഞ്ഞ പോലെ ഈ ലോറി പണിയണമെങ്കിൽ ഒരു 15 ലക്ഷം രൂപയാവും. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ ലോറി പണിയണമെങ്കിൽ എത്ര ആവും? 15 ലക്ഷം രൂപയാവും. 15 ലക്ഷം രൂപ ഇല്ല കയ്യിൽ. ലോറി പണിയാനുള്ള ആളെ അറിയത്തില്ല. പക്ഷെ ഈ കേരളത്തിൽ കണ്ടെയ്നർ ലോറി പണിയുന്ന ആ കമ്പനിയുടെ ഉടമസ്ഥനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് 1 കൊല്ലം 2 കൊല്ലം മുമ്പ് മൗണ്ട് കാർമലിൽ എത്തിച്ച് എല്ലാ സെക്കൻഡ് സാറ്റർഡേകളിലും അവിടെ വന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ട് എന്ന് ദൈവമായ കർത്താവ് ബോധ്യപ്പെടുത്തി തന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ലോറി പണിയാനുള്ളവനെ 2 കൊല്ലം മുമ്പേ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ലോറി പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇറങ്ങുമ്പോൾ ഇതിലെല്ലാം വരും. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായോ? ഇതിലെല്ലാം ഒരു വരവുണ്ട് ആ ലോറിയും കൊണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ കണ്ടെയ്നർ ലോറി പണിയുന്ന ആൾ പറഞ്ഞു, സുവിശേഷത്തിന് വേണ്ടി എൻ്റെ സംഭാവന ഫ്രീ ആയിട്ട് ഞാനിത് പണിയും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ദൈവം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിക്കണം. പോയാലും വീട്ടിൽ ചെന്നിട്ട് നേരെ കിടന്നുറങ്ങി, TV ഓൺ ചെയ്തിട്ട് അതും കണ്ടുകൊണ്ട് കിടന്നുറങ്ങരുത്. 1.5 മണിക്കൂർ ഇത് കേട്ട ചൂടിലിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഒരു 10 മിനിറ്റ് അങ്ങോട്ട് ബൈബിള് വായിക്കണം, എന്നിട്ടേ കിടക്കാവുന്നു. അപ്പം ഇന്ന് പള്ളി വരാത്ത ചെറുക്കൻ പറയും, ഈ തള്ളയ്ക്ക് എന്തിൻ്റെ കേടാണ്? പ്രാർത്ഥന. ഇത് പോയിട്ട് അങ്ങോട്ട് വന്നേ, നീ പോടാന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അല്ല, മീൻ മറക്കുന്ന മണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനൊന്നും ചെയ്യരുത് ഈ സന്ദർഭങ്ങളിൽ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് അടയാളമാണ് നിർത്താൻ.